إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരിമാരെ, ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ സമയത്ത് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനാഖിബുകളെ സംബന്ധിച്ചാണ്. ഇന്ന് സംസാരിക്കുവാനുള്ളത് ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുക്കുന്നത് മുതലുള്ള സംഭവ വികാസങ്ങളാണ്. നാഫിയായ ഇൽമു പഠിക്കുവാനും പ്രചരിപ്പിക്കുവാനും അള്ളാഹു നമ്മൾക്കെല്ലാവർക്കും തൗഫീക്ക് നൽകുമാറാവട്ടെ. നമ്മൾക്കറിയാവുന്നതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ഇസ്ലാമിക ഖിലാഫത്ത് ഏറ്റെടുത്തത് ഉമർ റളിയല്ലാഹു അൻഹു ആണ് എന്നത് നമ്മൾക്കെല്ലാവർക്കും അറിവുള്ളതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മരണം സംഭവിച്ച രോഗം ബാധിച്ചത് മുതൽ അദ്ദേഹം മറ്റു സഹാബിമാരോട് കൂടിയാലോചിക്കുകയുണ്ടായി. ഞാൻ മരണപ്പെടുന്ന സൂചനകൾ ഉള്ളതായി അദ്ദേഹം അറിയിക്കുകയും എൻ്റെ ഖിലാഫത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവാണ്, നിങ്ങൾക്ക് നേതൃത്വം വഹിക്കാൻ പുതിയൊരു ഖലീഫയെ നിങ്ങൾ കണ്ടെത്തുക എന്ന് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. എന്നാൽ സഹാബിമാർ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ശേഷം ഞങ്ങളെ നയിക്കാൻ ഏറ്റവും യോഗ്യനായ ഒരാളെ നിങ്ങൾ തന്നെ കണ്ടെത്തി തരണമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അവർ ഒന്നടങ്കം ആവശ്യപ്പെടുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രമുഖരായ സഹാബിമാരോട് കൂടിയാലോചിക്കുകയുണ്ടായി. അബ്ദുറഹ്മാൻ ബിൻ ഔഫ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ, തൽഹത്ത് ബിൻ ഉബൈദില്ല തുടങ്ങിയ സഹാബിമാരോട് കൂടിയാലോചിച്ചത് സഹിയായ റിപ്പോർട്ടുകളിൽ നമ്മൾക്ക് കാണാം, അവരുടെ പ്രതികരണങ്ങളും. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തനിക്ക് ശേഷം വരുന്ന ഖലീഫയെ പ്രഖ്യാപിക്കുകയുണ്ടായി. മരണപ്പെടുന്നതിന് മുമ്പ് തന്നെ മുസ്ലിങ്ങളെ ഒരുമിച്ച് കൂട്ടി അവരുടെ പുതിയ ഖലീഫയെ പ്രഖ്യാപിക്കുകയും അവർ ബയ്യത്ത് ചെയ്യുകയും ചെയ്തു. ചില സഹാബിമാർക്കൊക്കെ തനിക്ക് ശേഷം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ഖലീഫയാക്കാനുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ തീരുമാനത്തിൽ ആശങ്കയുണ്ടായിരുന്നു. എല്ലാം കൊണ്ടും യോഗ്യനാണെങ്കിലും ഉമറിന്റെ കാഠിന്യവും പരുക്കൻ സ്വഭാവവും തങ്ങൾക്ക് പ്രയാസമാകുമോ എന്നവർ പലരും ആശങ്കിച്ചു. തൽഹത്ത് ബിൻ ഉബൈദില്ല അത് നേരിട്ട് തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അറിയിച്ചു. അതിന് അബൂബക്കർ റളിയല്ലാഹു അൻഹു നൽകിയ മറുപടി, ഞാൻ മരണശേഷം അള്ളാഹു എന്നോട് ചോദിച്ചാൽ നീ ആരെ ഏൽപ്പിച്ചാണ് ഈ സമുദായത്തിന്റെ കാര്യം, ആരെയാണ് നിങ്ങൾ ഏൽപ്പിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഞാൻ അവരിലെ ഏറ്റവും അഫ്ദലായ വ്യക്തിയെ ഏൽപ്പിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത്തരം ആശങ്കകൾക്ക് മറുപടിയായി അവരോട് പറയുകയുണ്ടായത്. അങ്ങനെ സഹാബിമാർ ഒന്നടങ്കം ഉമർ റളിയല്ലാഹു അൻഹുവിന് ബയ്യത്ത് ചെയ്യുകയുണ്ടായി. ഏതെങ്കിലും സഹാബിമാർ അതിൽ നിന്ന് വിട്ടു നിന്നതായി ഒരു ചരിത്രത്തിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല.
അവരെ സംബന്ധിച്ചിടത്തോളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ നിർദ്ദേശിച്ചിട്ടില്ലെങ്കിലും അവർ കണ്ടിരുന്നത് ഉമർ റളിയല്ലാഹു അൻഹുവിനെ തന്നെയായിരുന്നു എന്നത് സഹാബിമാരുടെ പ്രതികരണങ്ങളിൽ നിന്നും അവരുടെ പെരുമാറ്റങ്ങളിൽ നിന്നും കാലേ കൂട്ടി അവർക്ക് അറിവുള്ളതായിരുന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ഏത് സമയവും അബൂബക്കർ വന്നു, ഉമർ വന്നു എന്ന് നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ വായിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറപ്പെട്ടു, കൂടെ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹും അജ്മഈൻ. ഇതൊക്കെ സഹാബിമാർ ഉദ്ധരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ആരാണ് അബൂബക്കറിന് ശേഷം ഈ ഉമ്മത്തിലെ അഫ്ദലായ വ്യക്തി, കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ യോഗ്യനായ വ്യക്തി ആരാണെന്ന് അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ആലോചിക്കേണ്ടിയിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പറഞ്ഞതായി സഹീഹുൽ ബുഖാരിയിലും മറ്റുമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്ന പ്രസിദ്ധമായ ഹദീസിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും ഉമർ റളിയല്ലാഹു അൻഹുവിനെയും ഒക്കെ അവരുടെ ഭരണത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുൻകൂട്ടി തന്നെ പ്രവചിക്കുകയും പ്രശംസിക്കുകയും ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തനിക്കുണ്ടായ ഒരു സ്വപ്നത്തെ സംബന്ധിച്ച് തങ്ങളെ അറിയിക്കുകയുണ്ടായി. അവിടുന്ന് പറഞ്ഞു, ജനങ്ങളെ എല്ലാവരെയും ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂട്ടിയതായി ഞാൻ സ്വപ്നത്തിൽ ദർശിച്ചു. അവർക്കെല്ലാവർക്കും വെള്ളം കോരിക്കൊടുക്കാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരികയും അവർക്ക് അദ്ദേഹം വെള്ളം കോരി നൽകുകയും ചെയ്തു. ഫനസഅ ദനൂബൻ ഔ ദനൂബൈൻ വഫീ ബഅദി നസീഹി ദഅഫുൻ. അദ്ദേഹം 1-2 കോരലുകളാണ് വെള്ളം കോരിയത്. അദ്ദേഹത്തിന്റെ കോരലിൽ അല്പം ദൗർബല്യം ഉണ്ടായിരുന്നു. ഗഫറല്ലാഹു ലഹു, അല്ലാഹു അബൂബക്കർ സിദ്ദീഖിന് പുറത്തു കൊടുക്കുമാറാവട്ടെ. പിന്നീട് അദ്ദേഹം ആ കോരുന്ന ബക്കറ്റ്, നമ്മളുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ഉമർ ഇബ്നുൽ ഖത്താബിനെ ഏൽപ്പിച്ചു. അദ്ദേഹം വെള്ളം കോരാൻ തുടങ്ങി. ഫലം അറ അബ്കരിയൻ ഫിന്നാസി യഫരി ഫരിയഹു ഹത്താ ദറബൻ നാസു ബിഅതൻ. അദ്ദേഹം വെള്ളം കോരാൻ തുടങ്ങിയതോടുകൂടി ചില റിപ്പോർട്ടുകളുള്ളത് ഹത്തസ്തഹാലത് ഗർബൻ, ആ വെള്ളം കോരിയിരുന്ന പാത്രം അങ്ങോട്ട് വികസിച്ചു വലുതായി. പിന്നെ അദ്ദേഹം അങ്ങോട്ട് കോരാൻ തുടങ്ങി. അബ്കരിയൻ, ഏറ്റവും വലിയ വെള്ളം കോരൽകാരനെ പോലെ അദ്ദേഹം വെള്ളം കോരാൻ തുടങ്ങി. ജനങ്ങളെല്ലാവരും കുടിച്ചു, അവരുടെ കാലികളെ കുടിപ്പിച്ചു. പിന്നീട് അവർ വെള്ളം അവരുടെ പാത്രങ്ങളിലൊക്കെ ശേഖരിച്ചു. അങ്ങനെയുള്ളൊരു വെള്ളം കോരൽ വിദഗ്ധനെ ഞാൻ കണ്ടിട്ടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയുണ്ടായി. ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ പറയുന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ശേഷം ഈ ഉമ്മത്തിനെ ഉമർ റളിയല്ലാഹു അൻഹു നയിക്കുന്നതും അദ്ദേഹത്തിന്റെ ഭരണ നൈപുണ്യവുമാണ് ആ വെള്ളം കോരലിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൂചിപ്പിച്ചത് എന്നാണ്. അതേപോലെയുള്ള നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് ഹുദൈഫത്ത് ഇബ്നുൽ യമാൻ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചുറ്റും കൂടിയിരിക്കുമ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി, ഇന്നി ലാ അദ്രി മാ ബഖാഇ ഫീകും, ഞാൻ എത്ര കാലം നിങ്ങൾക്കിടയിൽ ജീവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഫഖ്തദു ബില്ലദൈനി മിൻ ബഅദി അബൂബക്കർ വ ഉമർ, എന്റെ കാലശേഷം നിങ്ങൾ 2 വ്യക്തികളെ അനുധാവനം ചെയ്യുക. ഒന്ന് അബൂബക്കർ സിദ്ദീഖ്, രണ്ടാമത്തേത് ഉമർ ഇബ്നുൽ ഖത്താബ്. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളിലൂടെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അറിവുള്ളതായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം നമ്മൾ മുമ്പ് ക്ലാസ്സുകളിൽ വിശദീകരിച്ചതുപോലെ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അവർ പറയാറുണ്ടായിരുന്നു, അഫ്ദലു ഹാദിഹിൽ ഉമ്മത്തി ബഅദ നബിയിഹാ അബൂബക്കർ സുമ്മ ഉമർ സുമ്മ ഉസ്മാൻ. ഈ ഉമ്മത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വ്യക്തിത്വങ്ങൾ അബൂബക്കറാണ്, അതിനുശേഷം ഉമറാണ്, അതിനുശേഷം ഉസ്മാനാണ് എന്ന് പ്രസിദ്ധമായി അവരെല്ലാവരും പറയാറുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കേൾക്കാറുമുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് തിരുത്തുകയോ മറിച്ചെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറുണ്ടായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായ രോഗവേളയിൽ അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ നമസ്കരിക്കുന്നവരോട് നമസ്കരിക്കാൻ പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നമസ്കരിക്കാൻ, ഇമാമത്ത് നിൽക്കാൻ, പള്ളിയിലേക്ക് വരാൻ സാധ്യമാവാത്ത രംഗമെത്തിയപ്പോൾ അവിടുന്ന് കൽപ്പിച്ചതാണ്. അപ്പൊ സഹാബിമാരിൽ ചിലർ നോക്കിയപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്തിയിട്ടില്ല. അദ്ദേഹം എന്തോ കാര്യത്തിന് അല്പം ദൂരത്തേക്ക് പോയതാണ്. ഉടനെ അബ്ദുല്ലാഹി ഇബ്നു സംഅ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ഇറക്കി, ആരാണ് ഇമാമത്ത് നിൽക്കാൻ യോഗ്യരായ ആൾ എന്ന് നോക്കാൻ വേണ്ടി. അദ്ദേഹം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. ഉടനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇമാമ് നിൽക്കൂ, നമ്മൾക്ക് നമസ്കരിക്കാം.
അങ്ങനെ ഇഖാമത്ത് വിളിച്ചു, അവർ നമസ്കാരം ആരംഭിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ പാരായണം ആരംഭിച്ചു. അതെന്താണ്? ഉമറിനെ പറ്റി പ്രസിദ്ധമായി സഹാബിമാര് പറയാറുണ്ടായിരുന്നു, കാന ഉമർ ഇദാ ദറബ ഔജഅ, ഉമറിന്റെ അടുത്ത് അടി കിട്ടിയാൽ വേദന ഉണ്ടാവും. വൈദാ മശ അസ്റ, അദ്ദേഹം നടന്നാൽ ലേശ സ്പീഡിലായിരിക്കും നടക്കുക. വൈദാ തകല്ലമ അസ്മഅ, സംസാരിച്ചാൽ കേൾക്കാത്ത കുറവുണ്ടാവില്ല. നല്ല ശബ്ദത്തിലായിരുന്നു അദ്ദേഹം സംസാരിക്കാറുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം പാരായണം ചെയ്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂമിലേക്ക് എത്തിയിരുന്നു ശബ്ദം. അപ്പൊ റസൂൽ ചോദിച്ചു, ആരാണ് ഇമാമത്ത് നിൽക്കുന്നത്? അവര് പറഞ്ഞു, ഉമർ ഇബ്നുൽ ഖത്താബ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുറു അബൂബക്കർ ഫൽയുസല്ലി ബിന്നാസ്, അബൂബക്കറിനെ വിളിച്ചു കൊണ്ടുവരൂ, അബൂബക്കർ ഇമാമ നിൽക്കട്ടെ. യഅബല്ലാഹു വൽ മുഅ്മിനൂന ഇല്ലാ അബൂബക്കർ, അള്ളാഹുവും അവന്റെ പ്രവാചകനും മുഅ്മിനീങ്ങളും അബൂബക്കറിനെ അല്ലാതെ സമ്മതിക്കുകയില്ല. ഇമാം ബുഖാരി ഉദ്ധരിച്ച റിപ്പോർട്ടിൽ കാണാൻ പറ്റും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എത്തിച്ചേർന്നു. ഉമർ റളിയല്ലാഹു അൻഹു സലാം വീട്ടിയതിനു ശേഷം അവർ വീണ്ടും രണ്ടാമതും നമസ്കരിക്കുകയുണ്ടായി. ഇത് കണ്ടപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പ്രയാസപ്പെട്ടു. അദ്ദേഹം അബ്ദുല്ലാഹി ഇബ്നു ജമഅയോട് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് നമസ്കരിക്കാൻ കൽപ്പിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങൾ എന്നെ അതിന് കൽപ്പിച്ചത്? അദ്ദേഹം മനസ്സിലാക്കിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചതാണ് ഉമറിനെ വിളിക്കാൻ എന്നാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം വന്ന് ഇമാമത്ത് നിർവഹിച്ചത്. അപ്പൊ അദ്ദേഹം പറയുകയുണ്ടായി, അബ്ദുല്ലാഹി ഇബ്നു ജമഅ പറയുകയുണ്ടായി, ഞങ്ങൾ നിങ്ങളെയാണ് ഇമാമായി കാണുന്നത്. അബൂബക്കറും ഇവിടെ സ്ഥലത്തില്ലെങ്കിൽ പിന്നെ ആരെയാണ് കാണുന്നത്? നിങ്ങളെയാണ് എന്ന് പറയുകയുണ്ടായി. ഇതിൽ നിന്നൊക്കെ സഹാബിമാരുടെ കാഴ്ചപ്പാട് ഉമർ റളിയല്ലാഹു അൻഹു തന്നെയാണ് അബൂബക്കറിന് ശേഷം എന്നുള്ളതായിരുന്നു. അങ്ങനെ നിരവധി റിപ്പോർട്ടുകൾ നമ്മൾക്ക് അവരുടെ സാഹചര്യങ്ങളിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് രോഗം ബാധിച്ചത് ജമാദുൽ ആഖിറ 22. ഇന്നെത്രയാണ് ദിവസം? ജമാദുൽ ആഖിറ 22 ഹിജ്റ വർഷം 13ാമത്തെ കൊല്ലത്തിൽ ഒരു തിങ്കളാഴ്ചയാണ് അദ്ദേഹം മരണപ്പെടുന്നത്. പിറ്റേ ദിവസം ചൊവ്വാഴ്ച ജമാദുൽ ആഖിറ 23 ചൊവ്വാഴ്ചയാണ് ഉമർ റളിയല്ലാഹു അൻഹു ഖലീഫയായി അധികാരം ഏറ്റെടുക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമറിനെ വിളിച്ച് ശക്തമായി ഒരു ഉപദേശം നൽകിയിരുന്നു. അതൊക്കെ നമ്മൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് അതിനെ സംബന്ധിച്ച് സംസാരിച്ചപ്പോൾ പ്രതിപാദിക്കേണ്ടായതാണ്. ഉമർ റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം മിമ്പറിൽ കയറി പ്രഭാഷണം ചെയ്തു. അതിന്റെ അടുത്ത ദിവസവും അദ്ദേഹം പ്രസംഗിച്ചതായി നമ്മൾക്ക് ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. അദ്ദേഹം ഹംദും സലാത്തും ചൊല്ലി എന്നിട്ട് പറയുകയുണ്ടായി, ബലഗനി അന്നന്നാസ ഹാബു ശിദ്ദത്തി വഖാഫു ഖില്ലത്തി. അദ്ദേഹം ആരംഭിച്ചത് തന്നെ, ജനങ്ങൾക്ക് എല്ലാവർക്കും എന്റെ കാർക്കശ്യ സ്വഭാവം ഭയമാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ ആളുകൾ പറയുന്നതായി ഞാൻ കേൾക്കുകയുണ്ടായി. വഖാലു, അവർ പറയുന്നത്, ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്തും അബൂബക്കറിന്റെ കാലത്തും ഉറയിൽ നിന്നൂരിയ വാളുപോലെ ഓരോ രംഗത്തും ശക്തമായിട്ടായിരുന്നു പ്രതികരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിനെ നിയന്ത്രിക്കാൻ അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും ഉണ്ടായിരുന്നു. ഇന്ന് ഈ വാളിനെ പിടിക്കാൻ അവർ രണ്ടാളുമില്ല. അതുകൊണ്ട് തന്നെ നമ്മളുടെ കഥ ഇനി പരിതാപകരമായിരിക്കുമെന്നാണ് നിങ്ങളിൽ പല ആളുകളും പറയുന്നത് എന്ന് ഞാൻ കേൾക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം വിശദീകരിച്ചു, ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗമ്യശീലക്കാരനായിരുന്നു. ഞാൻ ഉറയിൽ നിന്നൂരിയ വാളുപോലെ പ്രതികരിച്ചാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൽപ്പന മറികടന്നുകൊണ്ട് ഞാനൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അതേപോലെ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. കാരണം അദ്ദേഹം സൗമ്യശീലക്കാരനായിരുന്നു, അവധാനതയുള്ള വ്യക്തിത്വമായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൽപ്പന മറികടന്നുകൊണ്ടും ഞാനൊന്നും സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ പ്രതികരിക്കുമ്പോഴൊക്കെ ആവശ്യമുള്ള സമയത്ത് അവരെന്നെ അഴിച്ചുവിടുകയും എനിക്ക് സാവകാശം നൽകുകയും എന്റെ പ്രതികരണത്തെ പോലെ തന്നെ അനുസരിക്കുകയും അതല്ലെങ്കിൽ എന്നെ നിയന്ത്രിക്കുകയും ചെയ്യാറായിരുന്നു. അതുകൊണ്ടായിരുന്നു ഞാൻ എങ്ങനെ കർക്കശത്തോടുകൂടി പെരുമാറിയിരുന്നത്. ഞാൻ എന്റെ പെരുമാറ്റത്തിലെ അബദ്ധങ്ങളും ശരികളും തെറ്റുകളും നിയന്ത്രിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും ഉണ്ടായതുകൊണ്ട് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ തന്നെയായിരുന്നു പ്രതികരിച്ചിരുന്നത്. ഇന്ന് അവർ രണ്ടാളും ഇല്ലാത്തതിനാൽ എന്റെ സ്വഭാവം ഞാൻ ഇന്നു മുതൽ മാറ്റുകയാണ്. ഇനി നിങ്ങൾ മുമ്പുള്ള ഉമറിനെ ആയിരിക്കുകയില്ല കാണുന്നത്,
എന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി, ആ കാർക്കശ്യക്കാരനും ആ പരുഷ ഹൃദയക്കാരനും ഇനി മുതൽ ഏറ്റവും സൗമ്യ സ്വഭാവക്കാരനായിരിക്കും. ഇല്ല അഹ്ലൻ നിഫാഖി വൽ കുഫർ, അവിശ്വാസത്തിന്റെയും കാപട്യത്തിന്റെയും കുറ്റവാളികളുടെയും മുന്നിൽ ആ പഴയ ഉമർ തന്നെ വീണ്ടും കടന്നു വരും. അതല്ലെങ്കിൽ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവരിലെ ഏറ്റവും സൗമ്യ സ്വഭാവിയായി നിങ്ങൾക്ക് എന്നെ കണ്ടെത്താനാവും എന്ന് അദ്ദേഹം സംസാരിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ കൂട്ടത്തിൽ അതിക്രമം ചെയ്ത ആളുകൾ അവരുടെ മുഖം ഞാൻ നിലത്ത് കുത്തുക തന്നെ ചെയ്യും. ആരോടാണോ അവർ ദ്രോഹം കാണിച്ചത് അവർക്ക് ചവിട്ടി കയറി നിൽക്കാൻ പറ്റുന്ന പാകത്തിൽ നിങ്ങളുടെ കൂട്ടത്തിലെ പീഡിതരും പ്രയാസപ്പെടുന്നവരുമായ ആളുകൾക്ക് ചവിട്ടാൻ വേണ്ടി ഞാൻ എന്റെ കവിൾ താഴെ വെക്കും. അവർക്ക് അവരുടെ കാലുകൊണ്ട് എന്റെ മുഖത്ത് കയറി നിൽക്കാം എന്ന് അദ്ദേഹം തന്റെ വിനയത്തിന്റെ ആ അങ്ങേ അറ്റം പ്രകടിപ്പിക്കുമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം മിമ്പറിൽ നിന്നുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചു, യാ അയ്യുഹന്നാസ് ഇന്നി ദാഇൻ ഫഅമിനു, അല്ലയോ വിശ്വാസികളെ, ഞാൻ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ്, നിങ്ങൾ ആമീൻ ചൊല്ലുക. അല്ലാഹുമ്മ ഇന്നി ഖലീദുൻ ഫലയ്യിന്നി ലി അഹ്ലി തഅതിക്. അദ്ദേഹം പ്രാർത്ഥിച്ചത്, അല്ലാഹുവേ, ഞാൻ കാർക്കശ്യക്കാരനും പരുഷ സ്വഭാവിയുമാണ്, പക്ഷേ നിന്റെ വിശ്വാസികളായ അടിയാറുകളോട് കാരുണ്യവാനാക്കി നീ എന്നെ മാറ്റണേ. ബിമുവാഫഖത്തിൽ ഹഖി, സത്യത്തിന്റെ വിഷയത്തിൽ, ഇബ്തിഗാ വജ്ഹിക വദ്ദാറൽ ആഖിറ, നിന്റെ തിരുമുഖവും പരലോകവും പ്രതീക്ഷിച്ചുകൊണ്ട് വിശ്വാസികളോട് കാരുണ്യം കാണിക്കുന്നവനാക്കി നീ എന്നെ മാറ്റണമേ. വറുസുഖിൽ ഗിൽദത വശിദ്ദത അലാ അഅദാഇക വഅഹ്ലിൻ നിഫാഖ്, കാപട്യക്കാരോടും നിന്റെ ശത്രുക്കളോടും എന്റെ ഹൃദയത്തെ നീ വീണ്ടും കടുപ്പിക്കണമേ. മിൻ ഗൈരി ദുൽമിൻ മിന്നി വലാ ഇഹ്തിദാഇൻ അലൈഹിം, അതോടൊപ്പം എന്റെ പ്രവൃത്തിയിൽ നിന്ന് അവരോട് ഏതെങ്കിലും തരത്തിലുള്ള അതിക്രമമോ ദുൽമോ വരാത്തതായിരിക്കണം എന്റെ ആ കാർക്കശ്യം. അദ്ദേഹം വീണ്ടും പ്രാർത്ഥിക്കുകയുണ്ടായി, അല്ലാഹുമ്മ ഇന്നി ശഹീഹുൻ, അല്ലാഹുവേ, ഞാൻ പിശുക്കനാണ്. ഫസഖിന്നി ഫി നവാഇബിൽ മഅറൂഫ്, യുബത്തുകൾ ഇറങ്ങുന്ന കാലഘട്ടത്തിൽ ഉദാരവാനായി പെരുമാറുവാൻ എനിക്ക് നീ മനസ്സ് നൽകണമേ. ഖസ്ദൻ മിൻ ഗൈരി സർഫിൻ വലാ തബ്ദീരിൻ വലാ റിയാഇൻ വലാ സുംഅ, അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്നത് ആ കസ്ദോട് കൂടിയായിരിക്കണം, ഇസ്രാഫോ അതല്ലെങ്കിൽ പൊങ്ങച്ചമോ കാണിക്കാൻ വേണ്ടിയല്ല, വിശ്വാസികളായ ആളുകളോടുള്ള കാരുണ്യം മാത്രമായിരിക്കണം അത്. എന്നാൽ അദ്ദേഹം ദീർഘമായി വീണ്ടും പ്രാർത്ഥിക്കുകയുണ്ടായി, അല്ലാഹുമ്മ അർസുഖ്നി ഖഫ്ദൽ ജനാഇ വലീലിൽ ജാനിബിൽ മുഅ്മിനീൻ, വിശ്വാസികളോട് ഏറ്റവും സൗമ്യനായി പെരുമാറുന്നവനാക്കി നീ എന്നെ മാറ്റണമേ എന്നും അദ്ദേഹം തുടർന്ന് പ്രാർത്ഥിക്കുകയുണ്ടായി. അല്ലാഹുമ്മ ഇന്നി കസീറുൽ ഗഫ്ലതി വന്നിസ്യാൻ ഫൽഹിംനി ദിക്റക അലാ കുല്ലി ഹാൽ, ഞാനെമ്പാടും മറക്കുന്നവനും അബദ്ധം പിടയുന്നവനുമാണ്, എനിക്ക് നീ ഓർമ്മശക്തി നൽകുകയും ശരി തോന്നിപ്പിക്കുകയും ചെയ്യണേ. വദിക്റൽ മൗതി ഫീ കുല്ലി ഹീൻ, എല്ലാ രംഗത്തും എനിക്ക് നീ മരണസ്മരണ പ്രദാനം ചെയ്യണമേ. അല്ലാഹുമ്മ ഇന്നി ലഈഫുൻ അനിൽ അമലി ബിതാഅതിക്, അല്ലാഹുവേ, പുണ്യകർമ്മങ്ങൾ ചെയ്യാൻ ശക്തിയില്ലാത്ത ദുർബലനാണ് ഈ ഉമർ. ഫർസുഖ്നി നശാത ഫിഹാ, എനിക്ക് നീ അതിന് ആവേശം നൽകണമേ. വൽ ഖുവത അലൈഹാ, നീ എനിക്കതിന് ശക്തി നൽകി സഹായിക്കണമേ. ബിന്നിയ്യത്തിൽ ഹസനത്തല്ലത്തി ലാ തകൂനു ഇല്ലാ ബിഇസ്സതിക വ തൗഫീഖിക, അതെല്ലാം നിന്റെ പ്രതാപം കൊണ്ടും നിന്റെ തൗഫീഖ് കൊണ്ടും മാത്രം കരഗതമാകുന്നതാണ് എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കുകയുണ്ടായി. വേറെയും പ്രാർത്ഥിച്ചതായി ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന അതാണ്. സ്വന്തം ദൗർബല്യവും സ്വന്തം അവിവേകവും സ്വന്തം വീഴ്ചകളും എടുത്തു പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ശക്തിയും ഓർമ്മശക്തിയും അറിവും തന്റെ ഇടവും കഴിവും ചോദിക്കുകയാണ്. ഇതാണ് ഒരു ഭരണാധികാരിയുടെ വിജയം. ഭരണസ്ഥാനത്തെത്തുന്നതോടുകൂടി എനിക്കെല്ലാം സാധിക്കും, എനിക്കൊരാളുടെയും സഹായം ആവശ്യമില്ല, ഞാൻ കഴിവുള്ളവനാണ്, ഞാൻ ഏറ്റവും നല്ല ചിന്താഗതിക്കാരനാണ്, എന്റെ അഭിപ്രായമാണ് ശരി എന്ന തരത്തിൽ പെരുമാറിക്കഴിഞ്ഞാൽ അവരായിരിക്കും അബദ്ധത്തിൽ വീഴുന്നതും പ്രജകളെയും രാജ്യങ്ങളെയും അബദ്ധത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ എന്റേത് എന്ന അഭിപ്രായം പറഞ്ഞവരൊക്കെ ഖുർആനിൽ ആക്ഷേപിക്കപ്പെട്ടത്. ഇന്നും അങ്ങനെ തന്നെയാണ്. ഞാനെന്ന് പറഞ്ഞു ചാടിയവരൊക്കെ ആ ചാട്ടം അബദ്ധത്തിലേക്കും അപകടത്തിലേക്കുമാണെന്നത് ഓരോ കാലഘട്ടത്തിലും തെളിയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. റളിയല്ലാഹു പിറ്റേ ദിവസവും സഹാബിമാരെ ഒരുമിച്ച് കൂട്ടി അദ്ദേഹം പ്രസംഗിക്കുകയുണ്ടായി. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞത്,
ഇന്നമാ മസലുൽ അറബി മിസ്ല ജമലിൻ ആനിഫിൻ ഇത്തബഅ ഖായിദഹു ഫൽയൻദുർ ഹൈസു യഖൂദു. അറബികളുടെ ഉദാഹരണം എന്ന് പറയുന്നത് അവരുടെ സ്വഭാവം നേതാവിന്റെ പിന്നിൽ അങ്ങനെ ചലിച്ചുകൊണ്ടേയിരിക്കും, ഒട്ടകത്തിനെ തെളിക്കുന്ന ഇടയനെ പോലെ. അങ്ങനെ സ്വഭാവമുള്ളവരാണ് അറബികൾ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളെ നയിക്കാൻ പോകുന്നത് ലഹ്മിലന്നക്കും അല തരീഖ്, സൽപാന്താവിലൂടെ ഞാൻ നിങ്ങളെ നയിക്കുക തന്നെ ചെയ്യും എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്യുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹത്തിന്റെ നയപ്രഖ്യാപനവും അതിന്റെ കൂടെ അദ്ദേഹം ഈ സംസാരങ്ങളിലൊക്കെ പല സ്ഥലങ്ങളിലും അദ്ദേഹം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ദുൽമും അതിക്രമവും പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരിൽ രൂക്ഷമായി തന്നെയായിരിക്കും അദ്ദേഹം പ്രതികരിക്കുക എന്നതാണ്. അതേപോലെ അവകാശം ലഭിക്കേണ്ടവർക്കും മർദ്ദിതർക്കും അദ്ദേഹം ഏറ്റവും വിനയാന്വിതനായി അദ്ദേഹത്തിനെ കണ്ടെത്താം എന്നതാണ് അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ പ്രഖ്യാപനം. ഇതിനുശേഷം അദ്ദേഹം ഇസ്ലാമിക സമൂഹത്തെ ശരിയായി തന്നെ നയിച്ചത് നമ്മൾക്ക് ചരിത്രഗ്രന്ഥങ്ങളിൽ വായിക്കാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നം പോലെ ലോക ചരിത്രത്തിൽ ഇന്നേ വരെ ഇസ്ലാമിന് അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയെ ലഭിച്ചിട്ടില്ല. ഇക്ബാലിന്റെ കവിതയിൽ അദ്ദേഹം പാടുകയുണ്ടായി, അല്ലയോ മക്കയിലെ ഈന്തപ്പന കൂട്ടങ്ങളെ. അവിടെ ഈന്തപ്പനകളില്ല, പക്ഷെ അദ്ദേഹം ഇന്ത്യയിൽ നിന്ന് ചൊല്ലുകയാണ്, ഈന്തപ്പനകൾ ഉണ്ടാകുന്ന അറബി നാടുകൾ എന്ന അർത്ഥത്തിൽ. നിങ്ങൾക്ക് വീണ്ടും ഉമറിന് ജന്മം നൽകാൻ സമയമായില്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്ന കവിതകൾ കാണാൻ പറ്റും. അതായത് ഇസ്ലാമിക സമൂഹത്തെ വീണ്ടും നയിക്കാൻ ഒരു ഉമർ ബിനുൽ ഖത്താബിനെ അദ്ദേഹം പ്രതീക്ഷിക്കുന്നത് ആ കവിതയിലൂടെ നമുക്ക് കാണാൻ പറ്റും. അതിന് മാത്രം പ്രശംസാർഹവും അതേപോലെ തന്നെ പ്രതീക്ഷാ നിർഭരവുമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിന്നീടുള്ള 10.5 വർഷത്തെ ഭരണം എന്നത് നമ്മൾക്ക് എല്ലാവർക്കും ചരിത്രത്തിൽ വായിക്കാൻ പറ്റും. ഭരണം ഏറ്റെടുത്തത് മുതൽ അദ്ദേഹം വേറൊരു ഉമറായി മാറുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മരണവേളയിൽ പോലും വാളൂരിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരണപ്പെട്ടവരുടെ തല ഞാൻ എടുക്കും എന്ന് പറഞ്ഞവരുടെ തല ഞാൻ അറുക്കും എന്ന് പറഞ്ഞ ഉമറല്ല പിന്നീട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന് ശേഷം നമ്മൾക്ക് കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിൽ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം മാറുകയുണ്ടായി. ഉത്തരവാദിത്ത ബോധം കൊണ്ട് ഉറക്ക് നഷ്ടപ്പെട്ടവനായി അദ്ദേഹം മാറി. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമ്മൾക്ക് ഒരുപാട് സംഭവങ്ങൾ അതിനുള്ള ഉദാഹരണങ്ങളായി കണ്ടെത്താൻ പറ്റും. ഒരിക്കൽ അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു ശബ്ദം കേട്ടു. അങ്ങോട്ട് ചെന്നപ്പോൾ കാണുന്നത് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മുട്ടൻ വടി കൊണ്ട് സ്വന്തം കാലിലെ വിരലുകൾ ഇങ്ങനെ അടിക്കുകയാണ് വടികൊണ്ട്. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തല്ലുന്നത്? അപ്പൊ അദ്ദേഹം അതിന്റെ കൂടെ പറയുകയും ചെയ്യുന്നുണ്ട്, ഈ ഉമ്മത്തിന്റെ കാര്യം എന്നെയാണല്ലോ അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത് ഞാൻ എങ്ങനെ പൂർത്തിയാക്കും എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വേവലാതിപ്പെട്ടുകൊണ്ടാണ് സ്വന്തം കാലിൽ തന്നെ അടിച്ചുകൊണ്ട് അതിനെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇനിയും ഒരുപാട് കാലം ബാക്കിയുണ്ട്. എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വീണ്ടും അത് ശരിയായി വീണ്ടും ഭരണം നടത്താൻ അവസരമുണ്ടല്ലോ എന്ന് അദ്ദേഹം ഉമർ റളിയല്ലാഹു അൻഹുവിനെ ആശ്വസിപ്പിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, മാ യുസ്ബിഹു ഹാദൽ അംറു ഇല്ലൽ ഖവിയ്യു ഗൈറ ഉൻഫ്. സൗമ്യക്കാരനായ ശക്തവാന് മാത്രമേ ഈ ഖിലാഫത്ത് ശരിയാവുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്, അല്ലീന ഫീ ഗൈരി ദുഅഫിൻ. ദൗർബല്യമില്ലാത്ത സൗമ്യക്കാരൻ. ചില ആളുകൾ വിട്ടുവീഴ്ച ചെയ്യും, വേറെ മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ട്. ആ രൂപത്തിലല്ല, ഒരേ സമയം ശക്തിയും അതേപോലെ തന്നെ ഉറച്ച നിലപാടും ഉണ്ടായിരിക്കെ തന്നെ സൗമ്യ സ്വഭാവക്കാരായ ആളുകൾക്ക് മാത്രമേ ഖിലാഫത്ത് ചേരുകയുള്ളൂ. അൽ ജവാദ ഫീ ഗൈരി സർഫിൻ. അതേപോലെ തന്നെ ദൂർത്തടിക്കാത്ത ഔദാര്യവാൻ. ചില ആളുകൾ ചെലവഴിക്കും എന്തിനു വേണ്ടി? സ്ഥലത്തും അസ്ഥാനത്തുമൊക്കെ ചെലവഴിച്ചുകൊണ്ട് ദൂർത്ത് ചെയ്തുകൊണ്ട് ദുർവ്യയം ചെയ്തുകൊണ്ട്. ആ രൂപത്തിലല്ലാത്ത ഔദാര്യവാൻ. വൽ മുംസികു ഫീ ഗൈരി ബഖ്ലിൻ. അതേപോലെ തന്നെ പിടിച്ചു വെക്കേണ്ട രംഗങ്ങളിൽ പിടിച്ചു വെക്കും, അത് ബുഖ്ലായിക്കൊണ്ടല്ല, പിശുക്കത്തരം കാണിക്കാൻ വേണ്ടിയല്ല. അപ്പൊ അദ്ദേഹം പറയുകയുണ്ടായി, അങ്ങനെ ഒരാളെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ്. വേറൊരാളെ കൊണ്ടും ഈ പറഞ്ഞ ഗുണങ്ങൾ ഉള്ളതായി ഞാൻ കാണുന്നില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിനെ ആശ്വസിപ്പിക്കുകയുണ്ടായി. അത് മാത്രമല്ല, അദ്ദേഹം ഒരിക്കൽ പ്രഭാഷണം നടത്തിക്കൊണ്ട് പറയുകയുണ്ടായി, ലൗ മാതത്ത് സഹിറത്തുൻ അലാ ഷാത്തിഇൽ ഫുറാത്ത്. ടൈഗ്രീസ് നദിയുടെ തീരത്തെങ്ങാനും ഒരു ഒട്ടകക്കുട്ടിയെങ്കിലും വെള്ളം കിട്ടാതെ മരണപ്പെട്ടാൽ ഈ ഉമറിനോട് അള്ളാഹു ചോദിക്കുമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കരയാറുണ്ടായിരുന്നു എന്ന്
ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ അമാനത്ത് ശരിയായി നിർവഹിക്കാൻ വേണ്ടിയുള്ള ഓട്ടത്തിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളായി നമ്മൾ പറഞ്ഞിരുന്നു, വെളുത്തു സുമുഖനായ വ്യക്തിത്വമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. പക്ഷേ ചില ഗ്രന്ഥങ്ങളിൽ കാണുന്നത് അദ്ദേഹത്തിനെ കണ്ട വ്യക്തികൾ അദ്ദേഹത്തിനെ വിശദീകരിച്ചത് അദ്ദേഹം കറുത്ത് മെലിഞ്ഞ ശരീരക്കാരനായിരുന്നു എന്നാണ്. എന്തുകൊണ്ടാണ്? അവസാനം കണ്ട ആളുകൾക്കൊക്കെ അദ്ദേഹത്തിനെ കാണാൻ പറ്റിയത് ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം കറുത്ത് മെലിഞ്ഞ ഇരുണ്ടുപോയ ഉമറിനെയാണ്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി മുആവിയ ബിൻ ഖദീജ റളിയല്ലാഹു അൻഹു വരുന്ന രംഗമുണ്ട്. അപ്പൊ അദ്ദേഹം ഭക്ഷിക്കുന്നത് ഈ ഉമി കളയാത്ത റൊട്ടിയാണ്. ഗോതമ്പ് കുത്തിയിട്ട് അത് വൃത്തിയാക്കാത്ത അതിന്റെ രണ്ടറ്റങ്ങളും അഗ്രങ്ങളും കൂർപ്പ് പോലെ മുനകളുള്ള ഉമികളുള്ള, നമ്മുടെ നെല്ലിനെ പോലെ തന്നെയാണല്ലോ ഗോതമ്പും, അതോടുകൂടിയാണ് അദ്ദേഹം ഭക്ഷിക്കുന്നത്. അപ്പൊ അദ്ദേഹം നിർദ്ദേശിച്ചു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് ഇതിലേറെ നല്ല ബാർലിയോ അതല്ലെങ്കിൽ ഉമി വൃത്തിയാക്കിയ റൊട്ടിയൊക്കെ ഭക്ഷിക്കാമല്ലോ എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അദ്ദേഹം കടന്നു വന്ന സമയത്ത് അദ്ദേഹം ആദ്യം പോയത് പള്ളിയിലേക്കാണ്. റാഫി ബിൻ ഖദീജ്, മുആവിയ ബിൻ ഖദീജ് റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയിലേക്ക് ചെന്നു. അവിടെയാണ് അപ്പോ ആദ്യം അദ്ദേഹം ഉമറിനെ അന്വേഷിച്ചത്. അദ്ദേഹത്തിനോട് പറയുകയുണ്ടായി, ഉമർ ഒരു പക്ഷേ വീട്ടിൽ ഉറങ്ങുകയായിരിക്കും എന്ന് ആരോ പറഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വീട്ടിലേക്ക് വന്നപ്പോൾ ആദ്യം ചോദിച്ചത് ഉമർ ഉറക്കത്തിലാണോ എന്നാണ്. അദ്ദേഹം വന്ന സമയം ദുഹാ സമയത്തായിരുന്നു. ഉച്ചയ്ക്ക് അല്പം മുമ്പാണ് അദ്ദേഹം വീട്ടിലേക്ക് വന്നത്. അത് ഉമർ കേൾക്കുന്നുണ്ടായിരുന്നു. പുറത്തു വന്നിട്ട് അദ്ദേഹം വീട്ടിലെ വേലക്കാരോട് ഉമർ ഉറക്കത്തിലാണോ എന്ന് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ എന്താണ് കാര്യം വന്നപ്പോ ചോദിച്ചത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഉറക്കത്തിലാണോ, ശല്യപ്പെടുത്തണ്ടല്ലോ എന്നാണ് ചോദിച്ചത്. അതിന് ഉമർ പറഞ്ഞ മറുപടി, ഞാനെങ്ങനെ പകല് കിടന്നുറങ്ങിയാൽ എന്റെ പ്രജകളുടെ കാര്യം ആര് നോക്കും? ഈ ഉമ്മത്തിന്റെ കാര്യം അല്ലാഹു ഏൽപ്പിച്ചിട്ടുള്ളത് എന്നെയാണ്. ഞാന് ഉച്ചക്കും അതേപോലെ തന്നെ ദുഹായിലൊക്കെ ഉറങ്ങി സമയം കളഞ്ഞാൽ ഈ ഉമ്മത്തിന്റെ കാര്യം ആരാണ് നോക്കുക? അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, എന്നാ പിന്നെ രാത്രി ഉറങ്ങിക്കൂടെ? അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, ഞാൻ രാത്രി കിടന്നുറങ്ങിയാൽ എന്റെ കാര്യം ആര് നോക്കും? രാത്രി മുഴുവൻ അതിന്റെ വലിയൊരു ഭാഗം അദ്ദേഹം മദീനയിലൂടെ റോന്തു ചുറ്റലായിരുന്നു. അതിന് പ്രത്യേകിച്ച് പെട്രോൾ പോലീസുകാരൊന്നും ഉണ്ടായിരുന്നില്ല. ആ ജോലി നിർവഹിച്ചിരുന്നത് അമീറുൽ മുഅ്മിനീൻ തന്നെയായിരുന്നു. അതിനുശേഷം അദ്ദേഹം നമസ്കാരത്തിലേക്ക് പ്രവേശിക്കും, അപ്പോഴേക്ക് ബാങ്ക് വിളിക്കും. അതുകൊണ്ട് തന്നെ ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം പിന്നെ ഉറങ്ങിയിട്ടില്ല. ഹുർമുസാൻ കാണാൻ വന്ന കാഴ്ചയിൽ പാടിയതുപോലെ എവിടെയെങ്കിലുമൊക്കെ മരത്തിന്റെ തണലിലോ മറ്റോ ഒക്കെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് കൂർക്കം വലിക്കും ഒരു ശബ്ദത്തോടു കൂടി. അതോടുകൂടി ഉറക്കം അവസാനിച്ചു. ഇങ്ങനെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത്. അതിനുള്ള കഴിവും ശേഷിയും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇസ്ലാമിക സമൂഹത്തിന് അള്ളാഹു നൽകിയ സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ ഒന്നായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. എല്ലാ ആളുകളെ സംബന്ധിച്ചും ആ രൂപത്തിൽ കഴിഞ്ഞുകൊള്ളുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ മാതൃകയാക്കാൻ വേണ്ടിയല്ല, അദ്ദേഹത്തിന്റെ കഴിവ് അങ്ങനെയായിരുന്നു. ആ മാതൃക ഇല്ലെങ്കിലും അതൊക്കെ ചരിത്രം വായിച്ചു പഠിച്ചാൽ ഒരുപക്ഷെ ഇന്ന് അതല്ലെങ്കിൽ പിന്നീടുണ്ടായ ഒരുപാട് ഖലീഫമാരുടെ ജീവിത രീതിയിൽ വന്ന അബദ്ധങ്ങൾ അതെങ്ങനെ തിരുത്തണം എന്നുള്ളതും നമ്മൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ വന്ന ആളുകൾ അദ്ദേഹത്തിന്റെ പ്രയാസം കണ്ടപ്പോ അദ്ദേഹത്തിനോട് നിർദ്ദേശിക്കുകയാണ്, നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ മുആവിയ ബിൻ ഖദീജിനെ പോലെയുള്ള മറ്റു ചില സഹാബിമാരും അതല്ലെങ്കിൽ താബിഈങ്ങളും അദ്ദേഹത്തിനെ സന്ദർശിച്ചുകൊണ്ട് പറഞ്ഞു, നല്ല ഭക്ഷണമൊക്കെ കഴിച്ചുകൂടെ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം നല്ല ഭക്ഷണങ്ങളുടെ രുചിക്കൂട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തു. എങ്ങനെയാണ് ഭക്ഷണം ഉണ്ടാക്കേണ്ടത്, എങ്ങനെയാണ് റൊട്ടിയിൽ നിന്ന് ഉമി വൃത്തിയാക്കേണ്ടത്, എന്നിട്ട് പിന്നീട് എങ്ങനെയാണ് സബീബ് ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് അത് കുതിർത്തി മാനിന്റെ രക്തം പോലെയാക്കി മാറ്റുന്നത്, എന്നിട്ട് ഒന്നിച്ചെങ്ങനെയാണ് കുടിക്കുക. ജാഹിലിയ്യ കാലത്ത് അദ്ദേഹം കുടിച്ചതാണ്. അങ്ങനെയുള്ള സമ്പന്നനായിരുന്നു. അത് കേട്ടപ്പോൾ അവർ പറഞ്ഞു, അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും വിശിഷ്ടമായ ഭക്ഷണങ്ങൾ ഉണ്ടാക്കേണ്ടത് അറിയാം. അദ്ദേഹം പറഞ്ഞു, അറിയാം, പക്ഷേ ഉമറിന് ഈ ഉമ്മത്തിന്റെ ഉത്തരവാദിത്വം വഹിക്കാനുണ്ട്, അങ്ങനെയുള്ള ഭക്ഷണത്തിലല്ല എന്റെ ശ്രദ്ധ എന്നായിരുന്നു അദ്ദേഹം മറുപടി പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഖിലാഫത്ത് ഏറ്റെടുത്തതിന് ശേഷം അദ്ദേഹം ഇസ്ലാമിക സമൂഹത്തിന്റെ പൊതുസ്വത്തിൽ നിന്ന് യാതൊന്നും എടുക്കാറുണ്ടായിരുന്നില്ല. അല്പം കാലം മുന്നോട്ട് പോയതോടുകൂടി അദ്ദേഹം നല്ല കച്ചവടവും ബിസിനസ്സൊക്കെ ഉള്ള വ്യക്തിയായിരുന്നു.
അത് തീർന്നുപോയി. പ്രയാസം കണ്ടറിഞ്ഞുകൊണ്ട് സഹാബിമാർ അദ്ദേഹത്തിനോട് നിർദ്ദേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനുവദിച്ചതുപോലെ വിശുദ്ധ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ സഹാബിമാരുടെ നിർദ്ദേശം അനുസരിച്ച് നിങ്ങൾ ഇസ്ലാമിക പൊതുഫണ്ടിൽ നിന്ന്, ബൈത്തുൽ മാലിൽ നിന്ന് ശമ്പളമായി അല്പം സ്വീകരിക്കണം. അങ്ങനെ നിർദ്ദേശിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, യതീമുകളുടെ, അനാഥകളുടെ സമ്പത്ത് നോക്കാൻ, അവരുടെ സ്വത്ത് നോക്കാൻ വേണ്ടി ഏർപ്പെടുത്തുന്ന കൈകാര്യകർത്താക്കളുണ്ട്. വിശുദ്ധ ഖുർആനിൽ സൂറത്ത് ഇസ്രായിൽ അല്ലാഹു പറഞ്ഞതുപോലെ അവർക്ക് ആ യതീമുകളുടെ കൂടെ താമസിക്കുകയും അതല്ലെങ്കിൽ അനാഥകളെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കുകയും നോക്കുകയും ചെയ്താൽ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അവരുടെ ആവശ്യത്തിനുള്ള കാര്യങ്ങൾ അതിൽ നിന്നെടുക്കാം, നോട്ടത്തിന് പ്രതിഫലമായിക്കൊണ്ട്. ആ രൂപത്തിലാണ് ഞാൻ എന്നെ കാണുന്നത്. അതായത് എനിക്ക് അത്യാവശ്യമായി വല്ലതും വന്നാൽ മാത്രം ഞാൻ ബൈത്തുൽ മാലിലെ സ്വത്തിൽ നിന്നെടുക്കും. ശമ്പളം എന്ന രൂപത്തിൽ സ്ഥിരമായി എല്ലാ മാസമോ അല്ലെങ്കിൽ എല്ലാ ദിവസമോ ഞാൻ ഇതിൽ നിന്ന് കൈപ്പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ആവശ്യം വരുന്ന ഘട്ടങ്ങളിൽ, ആവശ്യമല്ല അത്യാവശ്യം വരുന്ന ഘട്ടങ്ങളിൽ മാത്രമാണ് അദ്ദേഹം ബൈത്തുൽ മാലിൽ നിന്ന് സാധാരണ ഖുറൈശികളിൽ പെട്ട വ്യക്തികൾ ഭക്ഷിക്കാറുള്ള രൂപത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ വാങ്ങിക്കുവാനുള്ള ഏതാനും നാണയത്തൊട്ടുകൾ അദ്ദേഹം എടുക്കാറുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഹുല്ലത്തുൻ ഫി ശിതാഇ വ ഹുല്ലത്തുൻ ഫി സൈഫ്, വേനൽക്കാലത്തും അതേപോലെ തണുപ്പ് കാലത്തിനും ഓരോ വസ്ത്രം. പിന്നീട് ഹജ്ജിനോ ഉംറക്കോ പുറപ്പെടാൻ വേണ്ടി ഇസ്ലാമിക സമൂഹത്തിന്റെ സ്വത്തിൽ നിന്നുള്ള ഒരു ബയലത്ത്, അതായത് ഒരു കോവർ കഴുത, അവിടെയുള്ള നല്ല 1-ാം നമ്പർ പിന്നെ കുതിരകളും ഒട്ടകങ്ങളൊക്കെ ഉണ്ട്. അതല്ല അദ്ദേഹം സ്വീകരിച്ചത്. അവർക്കിടയിൽ ഒരു 2-ാം സ്ഥാനത്തുള്ള ആളുകൾ മാത്രം ഉപയോഗിക്കാറുള്ള കോവർ കഴുതയാണ് അദ്ദേഹം വാഹനമായി സ്വീകരിച്ചത്. ഈ രൂപത്തിലാണ് അദ്ദേഹം താമസിച്ചത്. അദ്ദേഹത്തിന് കൊട്ടാരം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഉണ്ടായിരുന്നത് കൂഹ്, അതായത് ചെറ്റക്കുടിൽ എന്ന് നമ്മൾ പറയാറുള്ള വീട്ടിലാണ് അദ്ദേഹം താമസിച്ചത്. ഈ സമയത്തൊക്കെ ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ പറ്റും, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുനിയാവിനെ ആഗ്രഹിച്ചിട്ടില്ല, ദുനിയാവ് അദ്ദേഹത്തെയും ആഗ്രഹിച്ചില്ല. കാരണം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവുകയോ ഉണ്ടായ വിജയങ്ങളിലൂടെ വലിയ സമ്പത്തോ സ്വത്തോ കൈവരികയോ ചെയ്തിട്ടില്ല. മറിച്ച് ആ 2.5 വർഷം ഒരുപാട് യുദ്ധങ്ങളും പ്രയാസങ്ങളുമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ തേടി പേർഷ്യക്കാരുടെയും റോമാക്കാരുടെയും ഖജനാവുകൾ തന്നെ മദീനയിലേക്ക് എത്തുകയുണ്ടായി. പക്ഷേ അദ്ദേഹം പുറംതിരിഞ്ഞു നിന്നു. അദ്ദേഹത്തിന് വിശ്വാസികളുടെ പോലെ എല്ലാ മുസ്ലിങ്ങൾക്കും ലഭിക്കുന്നത് പോലെ അദ്ദേഹത്തിന് ബൈത്തുൽ മാലിൽ നിന്ന് അതല്ലെങ്കിൽ യുദ്ധാർജിത സ്വത്തുക്കളിൽ നിന്ന് ഫൈയിൽ നിന്ന് വരുന്നതിന്റെ ഒരു ഓഹരി, അതിൽ നിന്നൊരു വഹിതം മാത്രം എടുത്തു വെച്ചിരുന്നുവെങ്കിൽ അദ്ദേഹം സമ്പന്നനായി മാറുമായിരുന്നു. പക്ഷെ അത് അദ്ദേഹം പാവങ്ങൾക്ക് വേണ്ടി ഇസ്ലാമിക ബൈത്തുൽ മാലിലേക്ക് തന്നെ തിരിച്ച് ഫണ്ട് ചെയ്യുകയായിരുന്നു, തിരിച്ചേൽപ്പിക്കുകയായിരുന്നു ചെയ്തത് എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. വിശ്വാസികളുടെ പ്രയാസം ദൂരീകരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ഓടി നടന്നു, രാപ്പകൽ ഭേദമന്യേ. ഏത് സമയത്തും അദ്ദേഹം വിളിച്ചാൽ റെഡിയാണ് വിശ്വാസികളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ വേണ്ടി. അവിടെ വിശ്രമത്തിന്റെ തടസ്സങ്ങളില്ല, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒഴിവുകഴിവുകളില്ല. അദ്ദേഹത്തിന് ഉപദേശിക്കേണ്ടവർക്ക് ചെന്ന് ഉപദേശിക്കാം. അതൊക്കെ ഒരുപാട് സംഭവങ്ങളും ചരിത്രങ്ങളും ഒക്കെ നമ്മൾക്ക് കാണാൻ പറ്റും. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പലതും പല സംഗതികളും സ്ഥിരപ്പെട്ടതല്ല. മുമ്പ് പറഞ്ഞിരുന്നു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പറ്റി പ്രചരിപ്പിക്കപ്പെടുന്ന പല സംഗതികളും അദ്ദേഹത്തിലേക്കോ അതല്ലെങ്കിൽ 8ഓ 10ഓ നൂറ്റാണ്ടുകളിലേക്കോ സനദുകളുള്ളതല്ല. പിന്നീട് അടുത്ത കാലത്ത് പൊട്ടിമുളച്ചുണ്ടായ ഓരോ റിപ്പോർട്ടുകളാണ്. അതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പൊ അങ്ങനത്തെ പല റിപ്പോർട്ടുകളും പ്രചാരത്തിലുണ്ട്. ഏതായിരുന്നാലും അത്തരം റിപ്പോർട്ടുകളിൽ ചിലതിനെ സംബന്ധിച്ച് സാന്ദർഭോചിതമായി നമുക്ക് സൂചിപ്പിക്കുകയും ചെയ്യാം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അസ്ലം എന്ന് പറയുന്ന ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു വേലക്കാരനുണ്ടായിരുന്നു, മൗല എന്നാണ് പറയുക, അദ്ദേഹത്തിന്റെ സന്തത സഹചാരി. അദ്ദേഹത്തിന്റെ കൂടെ അങ്ങാടിയിലേക്ക് അസ്ലം പോവുകയുണ്ടായി ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ. അപ്പോൾ ഒരു യുവതിയായ സ്ത്രീ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, യാ അമീറുൽ മുഅ്മിനീൻ ഹലക സൗജി വതറക സബിയതൻ സിഗാറൻ, എന്റെ ഭർത്താവ് മരണപ്പെട്ടു. അദ്ദേഹം മരണപ്പെടുമ്പോൾ എന്റെ കയ്യിൽ ഏൽപ്പിച്ചു പോയത് പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെയാണ്. എന്റെ ഭർത്താവ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഹുദൈബിയ സന്ധിയിൽ വരെ പങ്കെടുത്ത വ്യക്തിത്വമാണ്. പക്ഷേ ഇന്ന് ഞാൻ ജോലിക്ക് പോയാൽ എന്റെ കുട്ടികളെ വീട്ടിൽ കയറി വല്ല കുറുക്കന്മാരും പിടിച്ചുകൊണ്ടുപോകുമോ എന്നാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പൊട്ടിക്കരഞ്ഞുകൊണ്ട് ബൈത്തുൽ മാലിലേക്ക് ഓടിച്ചെന്ന് ഒരൊട്ടകപ്പുറത്ത് അതിന് വഹിക്കാൻ ആവശ്യമായ അത്രയും ഭക്ഷ്യവിഭവങ്ങൾ അതിന്റെ പുറത്ത് കയറ്റി ആ സ്ത്രീയെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് തീർന്നാൽ നിങ്ങൾ വീണ്ടും വരിക,
ഇതുപോലെയുള്ളത് നിങ്ങളെ ഏൽപ്പിക്കും. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ ഉദ്ധരിച്ച സംഭവമാണ്. ഉമർ റളിയല്ലാഹു അപ്പോൾ തന്നെ പരിഹരിക്കുകയാണ് പ്രശ്നങ്ങൾ. ആ വിഷയത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും അനാഥകളുടെയും ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് പിന്നീട് അന്വേഷണമോ അതല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സമോ ഇല്ല. ആ സമയത്ത് തന്നെ അദ്ദേഹം അത് നിവർത്തിച്ചു കൊടുക്കുകയാണ്. ഒരു രാത്രി അദ്ദേഹത്തിന്റെ കൂടെ ഈ ചുറ്റിക്കറങ്ങൽ, തഹസ്സുസ് എന്നാണ് അതിന് അറബിയിൽ പറയാ, ഈ തജസ്സുസ് എന്നാണ് ചാരപ്രവർത്തിക്ക് പറയാ. ഉമർ റളിയല്ലാഹു ചാരപ്രവർത്തനമല്ല നടത്തിയത്, മറിച്ച് തഹസ്സുസ്, ആളുകൾക്കിടയിലുള്ള അവരുടെ നീക്കങ്ങളും അതേപോലെ തന്നെ അവരുടെ പ്രയാസങ്ങളും അറിയാൻ വേണ്ടിയുള്ള റോന്ത് ചുറ്റലാണ്. അതിനാണ് തഹസ്സുസ് എന്ന് പറയുക. അത് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഒരു കൂരിരുട്ടുള്ള രാത്രിയിൽ അദ്ദേഹം ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ്. അതല്ലെങ്കിൽ സ്ഥിരമായി ആ വീട്ടിൽ അദ്ദേഹം പ്രവേശിക്കുകയും രാവിലെ പുറത്തു വരുന്നതും സഹാബിമാര് കാണാനിടയായി. അത് ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാഹ് റളിയല്ലാഹു അൻഹു ഒന്ന് നിരീക്ഷിക്കാൻ തുടങ്ങി. എന്താണ് ഉമർ പതിവായി ഇരുട്ടിൽ തനിച്ച് ഒരു വീട്ടിലേക്ക് പ്രവേശിക്കുന്നത്? അദ്ദേഹം പകല് ആ വീട്ടിൽ ചെന്നപ്പോ കാണാൻ സാധിച്ചത് എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരു വൃദ്ധ ആ കട്ടിലിൽ കിടക്കുകയാണ്. അപ്പൊ അവരോട് ചോദിച്ചു, ആരാണ് ഇവിടെ വരുന്ന ആ മനുഷ്യൻ? അപ്പൊ അവർ പറഞ്ഞു, ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒരുപാട് നാളായി എന്നെ ശുശ്രൂഷിക്കുന്നതും എനിക്ക് ആവശ്യമായ ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നെ കുടിപ്പിക്കുകയും ഉടുപ്പിക്കുകയും ചെയ്യുന്നത് ആ വ്യക്തിയാണ് എന്നവര് പറയുകയുണ്ടായി. ഉടനെ തൽഹ പറഞ്ഞു, സകിലത്ക ഉമ്മുക യാ തൽഹ, എന്തൊരു സംശയമാണ് തൽഹ നിങ്ങളുടെ മനസ്സിലുദിച്ചത്, നിങ്ങൾ ഉമറിന്റെ കുറ്റവും കുറവും അന്വേഷിച്ച് നടക്കുകയാണോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിരിഞ്ഞുപോയി എന്നാണ്. ഈ ഖിലാഫത്തുള്ള സമയത്ത് അദ്ദേഹത്തിനെ സംബന്ധിച്ച് പള്ളിയിൽ നിന്നൊരു പ്രഭാഷണം നടത്തിയാൽ മതി, എഴുന്നേറ്റ് നിന്ന് ഇന്ന പ്രദേശത്തുള്ള ഒരു സ്ത്രീ കിടപ്പിലാണ് എന്ന് പറഞ്ഞാൽ നൂറുകണക്കിന് സഹാബിമാർ അങ്ങോട്ട് ഓടാനുണ്ടാകും, സ്ത്രീകളും പുരുഷന്മാരും, ആ സ്ത്രീയെ പരിചരിക്കാനും അവരുടെ കൂട്ടിലിരിക്കാനും ഒക്കെ. പക്ഷെ ആ പ്രതിഫലം എനിക്ക് തന്നെ ലഭിക്കണം, ഖലീഫയായതുകൊണ്ട് അങ്ങനെ കൽപ്പിക്കുന്ന ആ ഓർഡർ പുറപ്പെടുവിക്കുന്ന വ്യക്തിയല്ല ഞാൻ എന്ന് അദ്ദേഹം ആ പ്രവർത്തനത്തിലൂടെ കാണിച്ചു കൊടുക്കുകയാണ്. സഹാബിമാരിൽ പല ആളുകളും പേർഷ്യക്കാരോടും അതേപോലെ റോമാക്കാരോടൊക്കെയുള്ള യുദ്ധത്തിന് പോയ ഒരുപാട് സഹാബിമാരുണ്ടായിരുന്നു. അവരിൽ നിന്നൊക്കെ വല്ല എഴുത്തും വന്നാൽ ബരീദ്, ഉമർദാനക്ക് തന്നെയാണ് അറബ് ലോകത്ത് ആദ്യമായി ബരീദ് പോസ്റ്റൽ സമ്പ്രദായം നടപ്പിലാക്കിയത്. ആയിരുന്നാലും അങ്ങനെ കത്തുകൾ വന്നാൽ ആ കത്ത് ഏൽപ്പിക്കാൻ പോകാറുള്ളത് ഉമർ തന്നെയാണ് നേരിട്ട്. അവരുടെ സ്ഥാനമാനങ്ങൾ സമൂഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി തന്നെ, ഇസ്ലാമിന് വേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് നിർവഹിക്കുന്ന ആളുകളുടെ എഴുത്ത് അദ്ദേഹമായിരുന്നു വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കാറുണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ ഈ രാത്രിയിലുള്ള ആ ചുറ്റലിൽ നടന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മൾക്കറിയാം. നമ്മൾക്ക് അദ്ദേഹത്തിനെ ഉമർദാനെ സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കഥകളാണ് പ്രചാരത്തിൽ ഉണ്ടാവുക. അതിൽ പലതും ശരിയായതാണ്. അദ്ദേഹം ഒരിക്കൽ രാത്രിയിൽ നടക്കുന്ന സമയത്ത് ഒരു സ്ത്രീ കുട്ടികളെയുമായി ഒരു ചെറിയ ടെന്റിൽ താമസിക്കുന്നത് അദ്ദേഹം കണ്ട സംഭവം നമ്മളെല്ലാവരും കേട്ടതാണ്. അത് യഥാർത്ഥത്തിൽ ഏറെക്കുറെ ശരിയായ സംഭവങ്ങളിൽ പെട്ടതാണ്. മദീനയിലുള്ള സ്ഥിര താമസക്കാരായിരുന്നില്ല അവര്, ഹജ്ജിനോ ഉംറക്കോ ഒക്കെ വരുന്ന യാത്രാ സംഘങ്ങളിൽപ്പെട്ട ആളുകളാണ്. അവർക്ക് ഭക്ഷണം കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല. ആ സ്ത്രീ കുട്ടികളെ ഉറക്കാൻ വേണ്ടി പാത്രത്തില് വെള്ളം എന്തോ വെച്ച് തിളപ്പിച്ചുകൊണ്ട് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്പനേരത്തിനുള്ളിൽ ഭക്ഷണം കിട്ടുമെന്ന ധാരണയില് കുട്ടികൾ കരഞ്ഞ് കരഞ്ഞ് തളർന്ന് അവർ ഉറങ്ങിപ്പോയി. ഈ രംഗമാണ് ഉമർ റളിയല്ലാഹു കാണുന്നത്. അദ്ദേഹം ആ ടെന്റിൽ കയറി വന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവര് പറഞ്ഞു, ഞങ്ങളുടെ അടുക്കൽ ഭക്ഷണത്തിനൊന്നുമില്ല, കുട്ടികളെ സമാധാനിപ്പിക്കാൻ വേണ്ടി ഞാനിത് ചെയ്യുന്നത്. ഉടനെ അസ്ലമിനെയും കൂട്ടി ഉമർ റളിയല്ലാഹു അൻഹു ബൈത്തുൽ മാലിലേക്ക് ഓടിച്ചെല്ലുകയാണ്. അവിടെ ചെന്ന് ഗോതമ്പും ബാർലിയും വെണ്ണയും ഒക്കെ സ്വന്തം അദ്ദേഹം ചാക്കിൽ നിറച്ചു. എന്നിട്ട് ഉയർത്താൻ തുടങ്ങിയപ്പോ അസ്ലം പറഞ്ഞു, എന്റെ ചുമലിലേക്ക്. ഉമറിന്റെ മറുപടി, ഖിയാമത്ത് നാളിൽ നീ ഈ ചുമല് കാണിച്ചു തരികയില്ല, അതുകൊണ്ട് ഉമറിന്റെ പുറത്ത് തന്നെ നീ അത് വെക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം തനിച്ച് തന്നെ അത് വഹിക്കുകയും ആ കുട്ടികൾക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയും അവരുടെ കൂടെ കൂടിക്കൊണ്ട് ഭക്ഷണം പാകം ചെയ്യുകയും ആ കുട്ടികളെ ഭക്ഷിപ്പിക്കുകയും ചെയ്തു എന്ന അത്ഭുതമായ സംഭവമാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആ കാര്യം ഏൽപ്പിക്കാൻ ഒരുപാട് ആളുകളെ അവിടെ ലഭിച്ചേക്കാം. പക്ഷെ അത് അള്ളാഹു എന്നെ ഏൽപ്പിച്ചതാണ്, ഞാനാണത് നിർവഹിക്കേണ്ടത് എന്ന നിർബന്ധ ബുദ്ധിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആ വാക്ക്, യൂഫ്രട്ടീസ് നദിക്കരയിൽ ഏതെങ്കിലും മൃഗങ്ങൾ പോലും ചത്താൽ ഉമർ സമാധാനം പറയേണ്ടി വരുമല്ലോ എന്നത് പ്രസംഗത്തിന് പറഞ്ഞ ഭംഗിവാക്കായിരുന്നില്ല. പ്രാവർത്തിക രൂപത്തിൽ തന്നെ
നിരവധി സംഭവങ്ങൾ, ഉദാഹരണങ്ങൾ നമ്മൾക്കതിന് കാണാൻ പറ്റും. ഇസ്ലാമിക രാജ്യം വികസിച്ചു. അവിടെയുള്ള പ്രദേശങ്ങളിലൊക്കെ അദ്ദേഹം പ്രദേശങ്ങളെയെല്ലാം ഗവർണറേറ്റുകളും അതേപോലെ വിലായത്തുകളുമാക്കി തിരിച്ചിരുന്നു. അങ്ങോട്ട് ഗവർണർമാരെ നിയമിക്കുമ്പോൾ, വാലിമാരെ നിയമിക്കുമ്പോൾ അദ്ദേഹം അവരോട് കണിശമായി ഉപദേശിക്കാറുണ്ടായിരുന്നു. നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത് അമീറുമാരായി അവിടെ ഭരണം നടത്താൻ വേണ്ടിയല്ല, മറിച്ച് അവിടെയുള്ള വിശ്വാസികളെ സേവിക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം അള്ളാഹുവിന്റെ മുമ്പിൽ ഒഴിവുകഴിവ് പറയാറുണ്ടായിരുന്നു. അള്ളാഹുവേ, ഞാൻ ഇന്ന ഉത്തരവാദിത്തങ്ങൾ ഇന്ന വ്യക്തികളെ ഏൽപ്പിക്കുന്നത് അവരുടെ കാര്യങ്ങൾക്ക് സേവകനായി പ്രവർത്തിക്കാനും അവർക്ക് ദീനിന്റെ നിയമങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടിയാണ്. അവർക്ക് എന്തെങ്കിലും ദ്രോഹം ഞാൻ നിയമിക്കുന്ന ഈ ഗവർണർമാർ ഏൽപ്പിക്കുന്നുവെങ്കിൽ അള്ളാഹുവേ, നീ എന്നെ ശിക്ഷിക്കരുത് എന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, പറയാറുണ്ടായിരുന്നു എന്ന് നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. പല സമയത്തും അദ്ദേഹം അങ്ങനെ ഏൽപ്പിച്ച ഈ അമീറുമാരെ കണിശമായി വിചാരണ ചെയ്യുകയും പലപ്പോഴും ശിക്ഷിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. അമർ ബിൻ അസ് റളിയല്ലാഹു അൻഹു മിസ്ർ കീഴടക്കുകയും അവിടെയുള്ള ഖലീഫയായി അല്ലെങ്കിൽ അമീറായി നിശ്ചയിക്കപ്പെടുകയും ചെയ്ത വ്യക്തിത്വമായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അവിടെയുള്ള പ്രദേശവാസിയായ കിബുത്തി കോപ്റ്റിക് വംശജര് അതിൽപ്പെട്ട ഒരാളുമായി മത്സരം നടത്തി എന്നാണ്. അങ്ങനെ മത്സരത്തിൽ അമർ ബിൻ അസിന്റെ മകൻ തോറ്റു. ഈ ചരിത്രത്തിൽ പറയുന്നത് അത്ര പ്രബലമായ ചരിത്രമൊന്നുമല്ല, പക്ഷെ ചരിത്രത്തിൽ പ്രസിദ്ധമായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്. പല ആധുനികരും പൗരാണികരുമായ ഉലമാക്കളും അതിനെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട്. സഹാബിമാരുടെ സ്ഥാനത്തിന് കോട്ടം വരുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അതിലുണ്ട്. അതോടൊപ്പം അത് സഹിയായി സ്ഥിരപ്പെട്ടതുമല്ല. അത് വ്യക്തമാക്കിക്കൊണ്ടാണ് ആ സംഭവം പറയുന്നത്. അങ്ങനെ തോറ്റു കഴിഞ്ഞപ്പോ അമർ ബിൻ അസ് പറഞ്ഞു, ഞാൻ ഖുറൈശിയാണ്, നീ എന്നെ തോൽപ്പിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് ആ കോപ്റ്റിക് വംശജന്റെ മകനെ അടിച്ചു. അദ്ദേഹത്തിന് തോറ്റപ്പുണ്ടായ, പലപ്പോഴും തോൽക്കുമ്പോൾ ആളുകൾക്ക് ഉണ്ടാവുന്ന പ്രയാസത്തിന്റെ പ്രകടനം അങ്ങനെയായിരുന്നു. ഉടനെ അദ്ദേഹം ഹജ്ജിന് പുറപ്പെട്ടു. മക്കയിൽ വന്ന് ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ടു. എന്നിട്ട് അദ്ദേഹത്തിനോട് അവലാതി പറഞ്ഞു, അമർ ബിൻ അസിന്റെ മകൻ എന്നെ അടിച്ചിട്ടുണ്ട്. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു അവരെ രണ്ടാളെയും വിളിച്ചു വരുത്തി, മകനെയും ഉപ്പാനെയും വിളിച്ചു വരുത്തിയിട്ട് ഈ കിബുത്തിയുടെ കയ്യിൽ ഉമറിന്റെ വടി കൊടുത്തിട്ട് പറഞ്ഞു, തല്ലിക്കോ. എന്നിട്ട് ചോദിച്ചു, തല്ലുമ്പോ ഉമർ ചോദിക്കുകയുണ്ടായി, നീയാണല്ലോ ഇബ്നുൽ അക്രമീൻ, നല്ല കേമന്മാരുടെ മകനാണ് ഞാൻ എന്നല്ലേ പറഞ്ഞത്, എങ്ങനെയുണ്ട് ഇപ്പോ എന്ന് പറഞ്ഞുകൊണ്ട് അയാളോട് അടിക്കാൻ പറഞ്ഞു. അയാള് അടിച്ചു. അമർ ബിൻ അസ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട് കേണപേക്ഷിച്ചു എന്ന. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, ആ കിബുത്തി എങ്ങാനും നിങ്ങളെ കൂടി തല്ലിയിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും തടയുമായിരുന്നില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്നാണ്. ആ രൂപത്തിൽ കണിശമായി തന്നെ ഏതെങ്കിലും തരത്തിലുള്ള ദുൽമ്, അതിക്രമം പ്രജകൾക്കെതിരെ ഏതെങ്കിലും പ്രദേശത്ത് നടക്കുന്നുവെങ്കിൽ അത് കണിശമായി തന്നെ അതിലിടപെടുകയും അത് തടയുകയും ചെയ്തിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അദ്ദേഹം വസിയത്തായി പറയാറുണ്ടായിരുന്നു, ലാ തദ്രിബുൽ മുസ്ലിമീൻ, നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പേരിൽ വിശ്വാസികളെ അടിക്കാൻ പാടില്ല എന്ന് അമീർമാരോട് പ്രത്യേകം അദ്ദേഹം കൽപ്പിക്കാറുണ്ടായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ ഉമറിനെ കണ്ടു, അദ്ദേഹം ജംറത്തുൽ അഖബ എറിയുന്നത് വഅലൈഹി ഇസാറുൻ മർഖൂ, അദ്ദേഹത്തിന് സറാവീൽ ഉടുക്കാനുണ്ടായിരുന്നില്ല, അദ്ദേഹം ഉടുത്തിട്ടുള്ളത് ഇസാറാണ്, മുണ്ട് ആണ് ഉടുത്തിട്ടുണ്ടായിരുന്നത്. മർഖൂ, കണ്ടം വെച്ച തുണി, മുണ്ട് ആണ് അദ്ദേഹം ഉടുത്തിരുന്നത്. ഹജ്ജ് വേളയിൽ പോലും ഒരു നല്ല വസ്ത്രം ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലെ ഫണ്ടിൽ നിന്ന് വാങ്ങിയോ അതല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ളത് അദ്ദേഹം ധരിച്ചത് ആ രൂപത്തിലാണ്. വേറെയും സ്ഥലങ്ങളിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ച് പറയുന്ന സ്ഥിരപ്പെടാത്ത ചരിത്രത്തിലുള്ളതാണ്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി പ്രസംഗിക്കാൻ ആരംഭിച്ചു. ജനങ്ങളെ, നിങ്ങൾ കേൾക്കുക, പ്രഭാഷണത്തിന്റെ മുഖവരയായി പറയുന്നതാണ്. അപ്പൊ സൽമാൻ വിളിച്ചു പറഞ്ഞു, ലാ സമഅ വലാ തഅ, കേൾക്കാനും ഇവിടെ ആരുമില്ല, അനുസരിക്കാനും ഇവിടെ ആരുമില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്താണ് പ്രശ്നം? അദ്ദേഹത്തിന്റെ തിരിച്ചുള്ള ചോദ്യം, നിങ്ങൾ ഉടുത്തിട്ടുള്ളത് ഹുല്ലത്താണ്. ഹുല്ലത്ത് എന്ന് പറഞ്ഞാൽ ഒരു സെറ്റ് മുണ്ട്, ഷർട്ടും അടിയിലുള്ള സെർവാലും, പൂർണ്ണമായ ഉടുപ്പിനാണ് ഹുല്ലത്ത് എന്ന് പറയാം. ചില റിപ്പോർട്ടുകളുള്ളത് അദ്ദേഹം നീളമുള്ള കുപ്പായം ധരിച്ചു എന്നാണ്. അപ്പോ സൽമാന്റെ ചോദ്യം, നിങ്ങൾക്ക് എവിടുന്ന് ലഭിച്ചു ഈ വസ്ത്രം? ഞങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ വിതരണം ചെയ്തത് ഒരു വസ്ത്രം മാത്രമാണ്, അതല്ലെങ്കിൽ നീളമില്ലാത്തൊരു വസ്ത്രം. നിങ്ങൾ നീളമുള്ള വ്യക്തിയാണ്,
ഈ വലിയ ഉടുപ്പ് നിങ്ങൾക്ക് എവിടുന്ന് ലഭിച്ചു എന്ന് ഉമർ റളിയല്ലാഹു ചോദിച്ചു. ഉമർ റളിയല്ലാഹുവിനോട് സൽമാൻ ചോദ്യം ചെയ്യുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അബ്ദുള്ള ഇതിന് മറുപടി പറയും. അങ്ങനെ അബ്ദുള്ള ഇബ്നു പറഞ്ഞു, അദ്ദേഹം മറുപടി പറഞ്ഞത്, എന്റെ പിതാവ് നീളം കൂടിയ കാരണത്താൽ അദ്ദേഹത്തിന്റെ ഉടുപ്പ് അദ്ദേഹത്തിന് മതിയായില്ല, എന്റെ കൂടി വസ്ത്രം ഞാൻ അദ്ദേഹത്തിന് ഹദിയയായി നൽകിയതാണ് അദ്ദേഹം ഉടുത്തത് എന്ന. അപ്പോ സൽമാൻ പറയുകയുണ്ടായി, ഇനി മുതൽ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യാം എന്നാണ് ആ റിപ്പോർട്ടിലുള്ളത്. പല ചരിത്രകാരന്മാരും അതിനെ നിരൂപണം നടത്തുകയും അത് ശരിയല്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അല്ലാഹു അലം. ഏതായിരുന്നാലും ഭരണാധികാരികളോടും സംസാരിക്കുന്നവരോടും അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോടും ആ രൂപത്തിൽ പ്രതികരിക്കുക എന്നത് സുന്നത്തിന് വിരുദ്ധം. പണ്ടാരോ സംസാരിച്ചപ്പോ ഇങ്ങനെയുള്ള മിമ്പറിലോ അല്ലെങ്കിൽ പ്രസംഗിക്കുന്ന സമയത്തൊക്കെ ആളുകളെ ആ രൂപത്തിൽ തിരുത്താൻ പോയാൽ ഉമറിനെ പോലെ ഒരു പക്ഷേ അവർ സ്വീകരിച്ചോളുന്നില്ല. ഇനി ഈ സംഭവം സ്ഥിരപ്പെട്ടാൽ തന്നെ. അതുകൊണ്ട് നമ്മൾ ആ രൂപത്തിൽ നമ്മൾക്ക് അതിൽ മാതൃകയില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ആരെങ്കിലും ഭരണാധികാരികളെ ഉപദേശിക്കുന്നുവെങ്കിൽ അവരുടെ കൈ പിടിച്ച് അവരുടെ ചെവിയിൽ മന്ത്രിക്കട്ടെ, പരസ്യമായി പ്രസ്താവന ഇറക്കുക, അവര് കേൾക്കാത്ത സ്ഥലത്ത് പോയിട്ട് പ്രസംഗിക്കുക, അത് ചെയ്യാൻ പാടില്ല എന്ന് ഇസ്ലാമികമായി തന്നെ നിയമമുള്ളത് നമ്മൾക്കറിവുള്ളതാണ്. സാന്ദർഭോചിതമായി പറയാൻ ഉമറിനോട് പോലും ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ആ രൂപത്തിൽ തിരിയാൻ പാടില്ല. ഇത്തരം ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഒന്നാമതായി അത് സ്ഥിരപ്പെട്ടിട്ടില്ല. സ്ഥിരപ്പെട്ടാൽ തന്നെ അത് അംഗീകരിക്കുന്ന ആളുകളോട് അങ്ങനെ പറയാം. ഇസ്ലാമിന്റെ നിയമം അതാണ്. ഭരണാധികാരികളോട് എന്ത് ചെയ്യാൻ പാടില്ല? അവരുടെ നയങ്ങളെ പരസ്യമായി വിമർശിക്കാൻ പാടില്ല. അപ്പൊ നമ്മളുടെ ഇന്ത്യ പോലുള്ള നാടുകളിലോ അവർ ഉമറിനെ പോലെ അംഗീകരിക്കുന്നതാണ്. ഉമറിനെ പോലെയല്ല, അവിടെ ഭരണാധികാരികളുടെ നിയമങ്ങളെ റോട്ടിൽ പ്രതിഷേധിക്കണം. അപ്പോഴേ അവർക്കൊരു സമാധാനം കിട്ടുള്ളൂ, ആർക്ക്? ഭരിക്കുന്നവർക്ക്. അതുകൊണ്ട് അവിടെ അത് ചെയ്യാം. അതല്ലാതെ അത് തെറ്റാണ് എന്ന് പറയുന്ന സ്ഥലത്ത്, അങ്ങനെയുള്ള രാജ്യങ്ങളിൽ അവിടെ നിയമം കയ്യിലെടുത്തത് പറയാൻ പാടില്ല എന്ന് സാന്ദർഭോചിതമായി ഉണർത്തുകയാണ്. ഉമർ റളിയല്ലാഹു അദ്ദേഹത്തിനോട് നിർദ്ദേശിക്കുന്ന നിർദ്ദേശങ്ങൾ സ്വീകരിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ ഒരു സ്ത്രീ അദ്ദേഹത്തിനെ വഴിയിൽ തടഞ്ഞു നിർത്തി. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയുന്നത്, നീ ഇപ്പൊ അമീറുൽ മുഅ്മിനീൻ ആയില്ലേ, നീ കുറച്ചു മുന്നേ വെറും ഉമറായിരുന്നു, അതിനു മുമ്പ് ഒക്കാതിൽ അടികൂടാറുള്ള ഉമേർ ആയിരുന്നു എന്നൊക്കെയാണ് ഈ സ്ത്രീ ഉമറിനോട് പറയുന്നത്. അപ്പൊ കൂടിയിരുന്ന ആളുകൾ പറഞ്ഞു, നിങ്ങൾ എത്ര സമയമായി അമീറുൽ മുഅ്മിനീനെ ഇങ്ങനെ തടഞ്ഞു വെച്ചുകൊണ്ട് കയർത്ത് സംസാരിക്കുന്നത്? അപ്പോ കൂടെയുള്ള ആളുകളെ ഉമർ റളിയല്ലാഹു നിരുത്സാഹപ്പെടുത്തിയിട്ട് പറഞ്ഞു, ഈ സ്ത്രീ ആരാണെന്ന് നിങ്ങൾക്കറിയോ? ഇതാണ് ഖൗല റളിയല്ലാഹു അൻഹ. 7 ആകാശത്തിന് മുകളിൽ വെച്ച് അവരുടെ സംസാരമാണ് അള്ളാഹു കേട്ടത്, അവർ പറഞ്ഞു മുഴുവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ ചെവി അദ്ദേഹം കൊടുക്കുകയാണ്. ഇത് ഉമർ റളിയല്ലാഹുവിന്റെ കുടുംബക്കാരിയുമാണ്. അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ തന്നെയാണ് ഉമർ റളിയല്ലാഹു അൻഹു ആദ്യമായി വിവാഹം ചെയ്തിരുന്നത്. ആ നിലയിലും അവരുമായി ബന്ധമുള്ള സ്ത്രീ കൂടിയാണ് അവര്. അതും ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഒരിക്കൽ അദ്ദേഹത്തിന് ഒരു വ്യക്തി വന്നുകൊണ്ട് ഉപദേശിക്കുകയാണ്, ഇത്തഖില്ലാഹ യാ ഉമർ. സഹാബിമാരൊക്കെ കേൾക്കുന്ന രൂപത്തില്, ഉമറെ നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം. അപ്പൊ ആളുകൾ പറഞ്ഞു, എന്ത് മര്യാദ ഇല്ലാത്ത സംസാരമാണ് നിങ്ങൾ അമീറുൽ മുഅ്മിനീനോട് പറയുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, വിട്ടേക്കുക, അദ്ദേഹം പറയട്ടെ. അങ്ങനെ ഉമറിനെ ഉപദേശിക്കാനുള്ളിടത്തോളം കാലം ഈ സമൂഹം നന്മയിൽ തന്നെയായിരിക്കും. ലാ ഖൈറ ഫീക്കും ഇല്ലം തഖൂലുഹ. അങ്ങനെയുള്ള വിമർശനക്കാർ ഉണ്ടാകുന്നില്ലെങ്കിൽ നിങ്ങളിൽ ഒരു നന്മയില്ല. അങ്ങനെ വിമർശിക്കുമ്പോഴാണ് എന്തെങ്കിലും അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ ഭരണാധികാരികൾക്ക് അവസരമുണ്ടായിരിക്കുക. വലാ ഖൈറ ഫീന ഇല്ലം നസ്മഅഹ. അങ്ങനെ വിമർശിക്കുന്നവരെ അടിച്ചൊതുക്കുക എന്നുള്ളതല്ല, അത് കേൾക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളിലും യാതൊരു നന്മയുമില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു കൂടെയുള്ള ആളുകളോട് പറയുകയും അവരെ അടക്കി ഇരുത്തുകയും ചെയ്തു എന്ന് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് ഇപ്പൊ ഈ പറഞ്ഞ രൂപത്തിലുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾക്ക് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ തന്നെ കാണാൻ പറ്റുന്നതാണ്. സമത്വവും നീതിയും ഉമർ റളിയല്ലാഹുവിനെ പോലെ പാലിച്ചൊരു ഭരണാധികാരിയെ നമ്മൾക്ക് ഇസ്ലാമിക രാജ്യത്ത് മാത്രമല്ല അനിസ്ലാമിക ഭരണാധികാരികളും ലോക ചരിത്രത്തിൽ കാണാൻ പറ്റില്ല. ആ നീതിയും, അതുകൊണ്ടാണ് മഹാനായ ഉമർ എന്നൊക്കെ പറയുമ്പോൾ നീതിമാനായ ഉമർ എന്നൊക്കെ പല ചരിത്രകാരന്മാരും അദ്ദേഹത്തിനെ വാഴ്ത്തുന്നത്. ഖസാനിലെ ജബല രാജാവ് മുസ്ലിമായി വന്നു. അപ്പൊ ഉമർ റളിയല്ലാഹുവിന് വലിയ സന്തോഷമായി. അറബികളെ പേർഷ്യയുടെ ഭാഗത്ത് ഭരിച്ചിരുന്ന ഖസാൻ രാജാവ്, അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. മദീനയിൽ അദ്ദേഹത്തെ സ്വീകരിച്ചു, ജബലയെ. അദ്ദേഹം വന്നു, വലിയ പരിവാരങ്ങളുടെ കൂടെ. രാജാവ് മുസ്ലിമായതാണല്ലോ. അങ്ങനെ അദ്ദേഹം ഉംറയ്ക്ക് പുറപ്പെട്ടു. തവാഫ് ചെയ്യുന്ന വേളയിൽ അദ്ദേഹത്തിന്റെ വസ്ത്രത്തിൽ ഏതോ ദരിദ്രന്മാരായ ബനൂ ഫസാറ ഗോത്രക്കാരിൽപ്പെട്ട ആരോ ചവിട്ടി.
അപ്പൊ അദ്ദേഹം ആ ചവിട്ടിയ വ്യക്തിയെ പ്രഹരിക്കുകയും ചില റിപ്പോർട്ടുകളുള്ളത് അയാളുടെ കണ്ണ് പൊട്ടിപ്പോവുകയും ചെയ്തു എന്ന്. ഈ സാധാരണക്കാരനായ വ്യക്തിയെ അദ്ദേഹം എന്റെ വസ്ത്രത്തെ ചവിട്ടാൻ ആരാണ് എന്ന് ചോദിച്ചുകൊണ്ടാണ്, രാജാവാണല്ലോ, അല്ലെങ്കിൽ രാജാവായ ആളാണ്. ഉടനെ ഉമർദാഹുവിന്റെ അടുത്തേക്ക് പരാതിയുമായി ഈ വ്യക്തി ചെന്നു. എന്റെ കണ്ണ് ജബല നശിപ്പിച്ചിട്ടുണ്ട് എന്ന പരാതിയുമായി ഉമർ ജബലയെ വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, അൽ കവദ് അസിന്ന ബിസിന്ന ബിസിന്നി വൽ ഐന ബിൽ ഐൻ, കണ്ണിന് കണ്ണ് പല്ലിന് പല്ല്, അവരാവശ്യപ്പെട്ടാൽ അത് കൊടുക്കേണ്ടി വരും. അപ്പൊ ജബല ചോദിച്ചു, അയാള് ബനൂ ഫസാറയിൽപ്പെട്ട ഒരു സാധാരണക്കാരൻ, ഞാൻ രാജാവല്ലയോ? അപ്പൊ ഉമറിന്റെ മറുപടി, വലാകിന്നൽ ഇസ്ലാമ സവ്വാ ബൈനകുമാ, അതൊക്കെ ശരിയാണ്, പക്ഷേ ഇസ്ലാം വന്നതോടുകൂടി മനുഷ്യന്മാർ സവാ, തുല്യരായി മാറിയിട്ടുണ്ട്. അത്തരം പരിഗണനയൊക്കെ ജാഹിലിയ്യ കാലത്തായിരുന്നു, അതുകൊണ്ട് ഇത് നടപ്പാക്കാതെ പറ്റൂല. അപ്പൊ അദ്ദേഹത്തിന്റെ മറുപടി, എന്നാൽ നേരം വെളുക്കുന്നത് വരെ എനിക്ക് സാവകാശം നൽകണം, രാവിലെ ഞാൻ തീരുമാനം പറയാം. ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നേരം പുലരുന്നത് വരെ അവസരം നൽകി. നേരം പുലരുന്നതിന് മുമ്പ് തന്നെ കൂട്ടുകാരെയും കൂട്ടി ജബല മദീനയിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ചരിത്രത്തിൽ പറയുന്നത് അദ്ദേഹം പിന്നെ ഹിറക്കലിന്റെ അടുത്ത് പോയി കൂടി എന്നാണ്. അങ്ങനെ ഹിറക്കൽ കത്തയച്ചപ്പോ നിങ്ങളുടെ കൂട്ടുകാരന്റെ വിവരങ്ങളൊക്കെ എന്തൊക്കെയാണ് എന്ന് പിന്നെ ഉമറിനെ പരിഹസിച്ചുകൊണ്ട് അവിടുന്ന് എഴുതിയിരുന്നു എന്നൊക്കെ ചില റിപ്പോർട്ട് കാണാൻ പറ്റും. ഇവിടെ പറഞ്ഞു വരുന്നത്, ഉമർ റളിയല്ലാഹു അൻഹു എത്ര വലിയ ആളുകളെയും ഏത് സാധാരണക്കാരനായിരുന്നാലും ഇസ്ലാമിന്റെ നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത് എന്നാണ്. ഉമറിനെ സന്ദർശിക്കാൻ വന്ന റബീഅ ബിൻ സിയാദ്, അദ്ദേഹം ഷാമിൽ നിന്ന് വന്നതാണ്. അവിടെയുള്ള കോട്ടകളും അതേപോലെ ഭക്ഷണ വിഭവങ്ങളൊക്കെ പേരെടുത്തതാണ് ആ കാലഘട്ടത്തിൽ തന്നെ. അപ്പൊ ഉമറിന്റെ താമസവും ഭക്ഷണമൊക്കെ കണ്ടപ്പോ അദ്ദേഹം വന്നുകൊണ്ട് ഉമറിനെ ഒന്ന് പ്രശംസിച്ചു പറഞ്ഞു, അല്ലയോ അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല ജീവിത മാർഗങ്ങൾ സ്വീകരിച്ചുകൂടെ, അതിനൊക്കെ യോഗ്യനാണല്ലോ എന്ന് പറഞ്ഞപ്പോ ആ ദിറ, ഉമറിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കൂട്ടാളിയാണ് ആര്, ഈ വടി, അതുകൊണ്ട് തലക്കൊരു മേട്ടം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ എന്നോട് ഈ സോപ്പ് അടിക്കുന്നത് എന്ത് കാര്യം നേടാൻ വേണ്ടിയാണ്? ഇങ്ങനെയുള്ള ഉപദേശം എന്റെ അടുക്കൽ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിനെ അടിച്ചു എന്നാണ്. അബൂ മൂസ അശ്ശരി റളിയല്ലാഹു അൻഹു, ആതിക ബിൻത് സൈദ് റളിയല്ലാഹു അൻഹ, ആരാണത്? ഉമറിന്റെ ഭാര്യ വീട്ടിൽ വന്നു. അവർക്ക് അദ്ദേഹം എവിടുന്നോ വന്ന സമയത്ത്, യമനിൽ നിന്നോ അല്ലെങ്കിൽ മറ്റേ ഏതോ പ്രദേശത്ത് വന്ന സമയത്ത് അവിടുന്ന് ലഭിച്ച നല്ലൊരു വിരി വീട്ടിലേക്ക് സമ്മാനമായി നൽകി. അത് ഉമറിനെ ഏൽപ്പിക്കാനുള്ള ഭയം കൊണ്ട് വീട്ടിൽ പോയി സമ്മാനമായി നൽകി തിരിച്ചു വന്നു. ഉമർ വന്നപ്പോൾ കാണുന്നത് നല്ല ഒരു വിരി. അദ്ദേഹം ചോദിച്ചു, എവിടുന്നാണത്? പറഞ്ഞു, അബൂ മൂസയുടെ സമ്മാനമാണ്. ഉടനെ അദ്ദേഹം പറഞ്ഞു, അബൂ മൂസയെ ഒരു കയറിട്ട് ഇവിടെ കൊണ്ടുവരിക. സഹായിമാര് പിടിച്ചുകൊണ്ടുവന്നു. അദ്ദേഹം ആകെ ഭയപ്പാടിലാണ്, എന്താണ് സംഭവിച്ചത്? അദ്ദേഹം പറഞ്ഞു, വടിയെടുത്തിട്ട് അടിച്ചു. ഈ സമ്മാനമായി നൽകിയ വിരി എടുത്തിട്ട് അബൂ മൂസയുടെ തലയിൽ അടിച്ചുകൊണ്ട് പറഞ്ഞു, നിന്റെ വിരി കൊണ്ടുപോ, നീ എന്റെ അടുക്കൽ എന്തെങ്കിലും കാര്യം സാധിക്കാൻ വേണ്ടിയാണോ എന്റെ വീട്ടുകാർക്ക് ഹദിയ നൽകുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ആ വിരി കൊണ്ട് തന്നെ അദ്ദേഹത്തിനെ പ്രഹരിച്ചു എന്ന. ഇതാണ് അദ്ദേഹത്തിന്റെ സൂക്ഷ്മത. ഭരണാധികാരികൾക്ക്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് പ്രജകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളോ സമ്മാനമായി ഒന്നും നൽകാൻ പാടില്ല. തങ്ങൾ പറഞ്ഞതാണ് ഫഹിയ മിനൽ ഗുലൂൽ. അങ്ങനെ സ്വീകരിക്കുന്ന സമ്മാനങ്ങൾ ഇസ്ലാമിക സ്വത്തിൽ നിന്ന് വഞ്ചിച്ചെടുക്കുന്നത് പോലെയാണ്. അതുകൊണ്ട് തന്നെ രാജാവോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകളോ എങ്ങോട്ടെങ്കിലും സന്ദർശനത്തിനൊക്കെ പോകുമ്പോൾ അവർക്ക് ലഭിക്കുന്ന ഹദിയകൾ പോലും ഇസ്ലാമിക സമൂഹത്തിന്റെ പൊതു സ്വത്തായിട്ടാണ് ഖലീഫമാർ ഗണിച്ചിരുന്നത് എന്നാണ്. അതുകൊണ്ടാണല്ലോ ഒരു സഹാബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് സക്കാത്തിന്റെ സ്വത്ത് പിരിക്കാൻ വേണ്ടി നിയോഗിച്ചു. അദ്ദേഹം സക്കാത്ത് സ്വത്തുമായി വന്നിട്ട് പറഞ്ഞു, അതൊക്കെ ഒട്ടകങ്ങളും ആടുകളും ഒക്കെയാണ്. അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതാണ് സക്കാത്ത് സ്വത്ത്. ആ കെട്ടിയിട്ടുള്ള ആട്ടിൻകുട്ടിയെ എനിക്ക് ഇന്ന പ്രദേശത്തുകാർ സമ്മാനമായി നൽകിയതാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആളുകളെ ഒരുമിച്ച് കൂട്ടാൻ പറഞ്ഞു. പള്ളിയിൽ ചെന്നു, മിമ്പറിൽ കയറി പ്രസംഗിച്ചു. മാ ബാലു അക്വാമിൻ, എന്താണ് ചില ആളുകളുടെ സ്വഭാവം, ഞാൻ അവരെ സക്കാത്ത് സ്വത്ത് പിരിക്കാൻ വേണ്ടി ചില പ്രദേശങ്ങളിലേക്ക് നിയോഗിക്കുന്നു. എന്നിട്ട് സക്കാത്ത് സ്വത്തുമായി വന്നിട്ട് അവർ പറയുന്നത്, ഇത് ബൈത്തുൽ മാലിലേക്കും ഇത് എനിക്കുമുള്ളതാണ്. അഫലാ ഖഅദ ഫീ ബൈത്തി അബീഹി വ ഉമ്മിഹി ഔ ഉമ്മിഹി, അവർക്ക് അവരുടെ ഉമ്മാന്റെയോ ബാപ്പാന്റെയോ വീട്ടിൽ കുത്തിയിരുന്നാൽ ഈ സമ്മാനം കിട്ടുമായിരുന്നോ?
കിട്ടുമായിരുന്നോ? ഇല്ല. പിന്നെ എന്തിനാ കൊടുക്കുന്നത്? ഒരുപക്ഷെ അയാൾക്ക് അവർ ഇഷ്ടപ്പെട്ട് കൊടുത്തതായിരിക്കാം. പക്ഷേ സകാത്ത് പിടിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടി സമ്മാനമായി നൽകിയേക്കാം. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അങ്ങനെ ഞാൻ ഏതെങ്കിലും ഉത്തരവാദിത്തത്തിന് ആരെങ്കിലും നിയോഗിച്ചാൽ ഒന്നും സമ്മാനമായി നിങ്ങൾ മേടിക്കരുത്. അങ്ങനെ മേടിച്ചാൽ ഖിയാമത്ത് നാളിൽ നിങ്ങൾ അങ്ങനെ വാങ്ങുന്ന ഒട്ടകം അതിനെ അയാൾ പെരടിയിൽ ചുമന്നുകൊണ്ടായിരിക്കും വരിക. അതല്ലെങ്കിൽ ആടാണെങ്കിൽ ആട്, പശു ആണെങ്കിൽ പശു, അത് അലറി വിളിച്ചുകൊണ്ട് കരയും, അതിനെ ചുമന്നുകൊണ്ടായിരിക്കും. അങ്ങനെയുള്ള ആളുകൾ ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുക എന്ന് ഉലൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. ഇസ്ലാമിക സമൂഹത്തിന്റെ പൊതുസ്വത്തിൽ നിന്ന് വഞ്ചിച്ചെടുക്കുന്ന ഒരു ദിർഹം പോലും അങ്ങനെയുള്ള ഉലൂലിൽപ്പെട്ടതാണ്. അവർക്ക് സ്വർഗമില്ല, അതിന്റെ ശിക്ഷ അവസാനിക്കുന്നത് വരെ. ഖൈബർ യുദ്ധവേളയിൽ ഒരു സഹാബി മരണപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹു മിൻ അഹ്ലിൻ നാർ, അദ്ദേഹം നരകാവകാശിയാണ്. അപ്പോൾ സഹായിമാർക്കൊക്കെ അത്ഭുതമായി. ഷഹീദായി കൊല്ലപ്പെട്ട ഒരു വ്യക്തിയെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് അദ്ദേഹം നരകക്കാരനാണ് എന്നാണല്ലോ. അദ്ദേഹത്തിന്റെ ഭാണ്ഡം പരിശോധിച്ച് നോക്കിയപ്പോ യുദ്ധത്തിനിടയിൽ അവിടെ ഗനീമത്ത് സ്വത്തായി ലഭിക്കേണ്ടിയിരുന്ന ഒരു വിരി അദ്ദേഹത്തിന്റെ ഭാണ്ഡത്തിൽ കെട്ടിവെച്ചിരുന്നു എന്നാണ്. അതുപോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് വഇന്നഹു ലതസ്തഇലു അലൈഹി നാറ, ഖിയാമത്ത് നാളിൽ നരകത്തിൽ ആ വിരി അയാൾ ധരിക്കപ്പെടുകയും അതിൽ നിന്ന് തീജ്വാലകൾ ഉയരുന്നതും ഞാൻ കാണുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാഷണം നേരത്തെ പറഞ്ഞ വിഷയത്തിൽ അത് കേട്ടതോടുകൂടി സഹായിമാരിൽപ്പെട്ട ഒരാള് ചെരുപ്പിന്റെ ഒരു വാറ് കൊണ്ടുവന്നു, ഇസ്ലാമിക സ്വത്തിലേക്ക് ഏൽപ്പിച്ചു. അവര് യുദ്ധത്തിന് പടനീക്കം നടത്തുമ്പോ പല സംഗതികളും അവിടെ നിന്നൊക്കെ വാരിക്കൂട്ടും, ഗനീമത്ത് സ്വത്തായി. അത് കൊണ്ടുവന്ന് കൂട്ടിക്കൊടുക്കണം ഇസ്ലാമിക ബൈത്തുൽ മാലിലേക്ക്, പിന്നീടാണ് വീതിച്ചു നൽകുക. അങ്ങനെ വീതിച്ചു നൽകുന്നതിന് മുമ്പ് തന്നെ ഒരു സഹാബി ഒരു ചെരുപ്പിന്റെ ഈ വാറ് എടുത്തിരുന്നു. ഇത് കേട്ടപ്പോ അദ്ദേഹം അത് കൊണ്ടുവന്ന് വെച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് എടുത്തിട്ട് പറഞ്ഞു, നരകത്തിന്റെ ഒരു വാറ്, നരകത്തിന്റെ ഒരു വാർ, അതല്ലെങ്കിൽ നരകത്തിന്റെ രണ്ട് വാർ, രണ്ട് ചെരുപ്പുണ്ടല്ലോ, അപ്പൊ ഒരു കൂട്ടം നരകത്തിന്റെ വാറുകളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുന്നറിയിപ്പ് നൽകുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ആ വിഷയത്തിൽ ഏറ്റവും സൂക്ഷ്മത ഉമർ റളിയല്ലാഹു അൻഹു പാലിച്ചിരുന്നു. തന്റെ വീട്ടിലേക്കോ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിനോ അങ്ങനെയുള്ള വല്ലതും ലഭിക്കുന്നത് അദ്ദേഹം വളരെ ജാഗ്രതയോടുകൂടി ശ്രദ്ധിച്ച വിഷയമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒട്ടകത്തിനെ മേടിച്ചു. അതിനെ തീറ്റാൻ വേണ്ടി വിട്ടത് മുസ്ലിങ്ങൾക്ക് പൊതുവായി മേയാനുള്ള സ്ഥലത്തേക്കാണ്. ഈ സകാത്തിന്റെ ഒട്ടകങ്ങളെ മേയ്ക്കുന്ന സ്ഥലങ്ങളിലും അത് മേഞ്ഞിരുന്നു. അങ്ങനെ അങ്ങാടിയിൽ ഒരു ദിവസം ഉമർ റളിയല്ലാഹു അൻഹു ചെന്നപ്പോൾ അവിടെ നല്ല തടിച്ചു കൊഴുത്ത ഒരു ഒട്ടകം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ആരുടേതാണത്? അപ്പൊ അവർ പറഞ്ഞു, ഇത് നിങ്ങളുടെ മോന്റെ തന്നെയാണ്, അബ്ദുള്ളയുടെ ഒട്ടകാണ്. ഉടനെ അബ്ദുള്ളയെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഒട്ടകത്തിനെ വിറ്റോ? അദ്ദേഹം പറഞ്ഞു, ആ വിറ്റു. എന്നാ പൈസ വേഗം ബൈത്തുൽ മാലിലേക്ക് അടച്ചോ. നീ മേടിച്ച കാശ് ഒട്ടകത്തിനെ നീ കുട്ടിയായിരുന്ന സമയത്ത് മേടിച്ചല്ലോ, അത് നിനക്കെടുക്കാം, ബാക്കിയുള്ള ലാഭം ആർക്കുള്ളതാണ്? ബൈത്തുൽ മാലിലേക്കാണ്. അപ്പൊ അദ്ദേഹം ചോദിച്ചു, എന്താ കാരണം? എന്താ എല്ലാവരുടെയും ഒട്ടകത്തിനേക്കാളും നിന്റെ ഒട്ടകം തടിക്കാൻ കാരണം? ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ടാവും, ഇതാ അമീറുൽ മുഅ്മിനീന്റെ മോന്റെ ഒട്ടകാണ്, വെള്ളം കൊടുത്തോളൂ. അമീറുൽ മുഅ്മിനീന്റെ മകന്റെ ഒട്ടകമാണ്, പുല്ല് കൊടുത്തോളൂ. അങ്ങനെ അമീറുൽ മുഅ്മിനീന്റെ പേരിൽ തടിച്ച കൊഴുത്ത ഒട്ടകമാണ്, കാശ് എങ്ങോട്ട് കൊണ്ടതാണ്? ബൈത്തുൽ മാലിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പിടിച്ചത് ബൈത്തുൽ മാലിലേക്ക് അടപ്പിച്ചു. അദ്ദേഹത്തിന്റെ കുടുംബക്കാരിൽപ്പെട്ട ഒരാള് വന്നുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുകയാണ്, അല്ലയോ അദ്ദേഹത്തിന്റെ ഈ ചെറിയ മക്കളെ കല്യാണം കഴിച്ച ആരോ ഒരാളാണ്, എന്തോ ഇസ്ലാമിക സ്വത്തിൽ നിന്ന് അല്പം വായ്പ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, എന്നെ നീ ഖായിനായി പരലോകത്ത് വരുന്നതിനാണോ നിർബന്ധിക്കുന്നത്? ഇസ്ലാമിക സമൂഹത്തിന്റെ മുതൽ കട്ടവനായി ഞാൻ വരണമെന്നാണോ നീ ആഗ്രഹിക്കുന്നത്? എന്റെ വീട്ടിൽ പോയി നീ വേണ്ടത് വല്ലതും എടുത്തോ എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിലുള്ള സാധനം അയാൾക്ക് എടുത്തു കൊടുത്തു എന്നാണ്. ഇതൊക്കെയാണ് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ രൂപത്തിലുള്ള സ്വർഗപ്രവേശനത്തിനും അതേപോലെ ഏറ്റവും സമർത്ഥനും നീതിമാനും മാതൃകായോഗ്യനുമായ ഭരണാധികാരിയായി അദ്ദേഹത്തിനെ മാറ്റിയത്. ഇവിടെയൊന്നും അവസാനിക്കുന്നതല്ല അദ്ദേഹത്തിന്റെ ചരിത്രം, അതിന് മാത്രം വിശാലവും വിപുലവുമാണ് അദ്ദേഹത്തിന്റെ സേവനം. മുസ്ലിങ്ങളിൽപ്പെട്ട ഒരു സാധാരണക്കാരൻ, അവരുടെ സേവകനായാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ രാത്രിയിലുള്ള നടത്തത്തിൽ അദ്ദേഹം ഒരു വീട്ടിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. വീട്ടിൽ നിന്നല്ല, നേരത്തെ പറഞ്ഞ രൂപത്തിലുള്ള യാത്രക്കാരാണ് അവരൊക്കെ, വീട് കെട്ടി താമസിക്കുന്നവരല്ല, യാത്രാ സംഘങ്ങളാണ്. അപ്പൊ അവിടെ ചെന്നപ്പോ അവർ കാണുന്നത്
പ്രസവ വേദന അനുഭവിക്കുന്ന ഒരു സ്ത്രീയും അവരുടെ കൂട്ടിലിരിക്കുന്ന ഒരാളെയുമാണ്. യാത്രക്കിടയിൽ ആ സ്ത്രീ പ്രസവിക്കുന്ന ഘട്ടത്തിലേക്ക് എത്തിയതാണ്. അദ്ദേഹം ഉടനെ വീട്ടിലേക്ക് ഓടി ഉമ്മു കുൽസൂമിനെ വിളിച്ചു. ആരാണ് ഉമ്മു കുൽസൂം? നൂറുൻ അലാ നൂർ, അലി റളിയല്ലാഹു അൻഹുവിന്റെ മകൾ ഉമ്മു കുൽസൂമിനെ അവർ ആർക്ക് കല്യാണം കഴിച്ചിരുന്നു. അവരെ അവിടെ പറഞ്ഞു, നിനക്ക് പ്രതിഫലം വേണോ? നല്ലൊരു ഗനീമത്ത് വന്നിട്ടുണ്ട്. അവർ ചോദിച്ചു, എന്താണ്? ഇതാ വഴിയാത്രക്കാരായ ഒരു സ്ത്രീയും പുരുഷനും അവിടെ കിടന്ന് കഷ്ടത്തിലാണ്. ആ സ്ത്രീ പ്രസവ വേദന അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് പ്രസവം എടുക്കാനുള്ള ഒരു ചാൻസ്. അവരെയും കൂട്ടി വീട്ടിൽ നിന്ന് ഭക്ഷണ സാധനങ്ങൾ ശേഖരിച്ചുകൊണ്ട് ആ ടെന്റിൽ ചെന്നു. ഉമ്മു കുൽസൂം ആ സ്ത്രീയെ പരിചരിച്ചുകൊണ്ട് അവിടെ നിൽക്കുകയാണ്. അങ്ങനെ ഭർത്താവും അവർക്കും സംസാരിച്ച് പുറത്തിരിക്കുന്നു, ടെന്റിന് പുറത്ത്. അതിനിടയിൽ ഉമ്മു കുൽസൂം പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങളുടെ കൂട്ടുകാരനെ സന്തോഷ വാർത്ത അറിയിക്കുക. അവർക്ക് അവരുടെ ഭാര്യ ഇതാ പെൺകുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു. ഇത് കേട്ടതോടുകൂടി ഇയാളാകെ പേടിച്ചു വിറക്കാൻ തുടങ്ങി. ആരാണ് നമ്മളുടെ പ്രസവം എടുക്കാൻ വന്നിട്ടുള്ളത്? അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ്. ഇതാണ് അദ്ദേഹത്തിന്റെ ചരിത്രം. ഈ രൂപത്തിൽ ഏറ്റവും പ്രയാസകരമായ ജോലി മുതൽ ഇസ്ലാമിക ഭരണം വരെ അതെല്ലാം ഞാൻ തന്നെ നിർവഹിക്കേണ്ടതായിരുന്നു എന്ന ഉത്തരവാദിത്ത ബോധത്തോടു കൂടി അദ്ദേഹം അത് ഏറ്റെടുക്കുകയും നിർവഹിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ഈ രൂപത്തിൽ അദ്ദേഹത്തിന് ഉയർന്ന സ്ഥാനത്തേക്ക് എത്താൻ പറ്റി. അങ്ങനെയുള്ള മഹാത്മാക്കളെ മാതൃകയാക്കി ജീവിക്കുവാൻ അള്ളാഹു നമ്മൾക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ഇങ്ങനെയുള്ള ഭരണാധികാരികളും ഖലീഫമാരും ആകാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവരുടെ ജീവിതത്തിൽ നിന്ന് പകർത്തേണ്ടതായ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ഏത് ഉയർന്ന സ്ഥാനത്തെത്തിക്കഴിഞ്ഞാലും എന്തെങ്കിലും അബദ്ധങ്ങളോ തെറ്റുകളോ ചൂണ്ടിക്കാണിച്ചാൽ അത് അബദ്ധങ്ങളല്ലെങ്കിലും ഇവർക്ക് പറഞ്ഞില്ലേ, അങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളിൽ നന്മയില്ല, അത് കേട്ടിട്ടില്ലെങ്കിൽ ഞങ്ങളിലും നന്മയില്ല എന്ന് പറഞ്ഞ രൂപത്തിൽ അത് ഉൾക്കൊള്ളുക, ചെവിക്കൊള്ളുക. സയ്യിദുൽ ഖൗമി ഖാദിമഹും അറബികൾ പറയാറുള്ള വാക്കാണ്. ഒരു സമൂഹത്തിന്റെ നേതാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ നേതാവല്ല, മറിച്ച് ഖാദിമുഹും, അവരുടെ സേവകനായി മാറുകയാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ഭരണാധികാരി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാത്മാക്കളുടെ കൂട്ടത്തിൽ നമ്മയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.